ഒരിക്കൽ കൂടി ആരംഭിക്കുക. വി ആർ ബിഗിനിങ് എഗെയിൻ എന്നുള്ളതാണ്. ഈ ബിഗിനിങ് എഗെയിൻ എന്ന് പറയുന്നത് തന്നെ ഒരു പാരഡോക്സ് ആണ് എന്ന് നിങ്ങൾക്കറിയാം. ആരംഭം എന്നുള്ളത്, ബിഗിനിങ് എന്നുള്ളത് ഒരു ആരംഭ ബിന്ദുവായിരിക്കെ, ഒരു പ്രഭവമായിരിക്കെ, വീണ്ടും എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ടെമ്പറാലിറ്റി പ്രശ്നവൽക്കരിക്കപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നവൽക്കരണമാണ് അപനിർമ്മാണത്തിന്റെ രാഷ്ട്രീയത്തെ ശക്തമാക്കുന്നതും ആ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നതും. അപ്പൊ ഇന്നലെ നമ്മൾ സപ്ലിമെന്റിലാണ് പറഞ്ഞു നിർത്തിയത്. ഇന്നലെ ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ച്, ഇന്നലെ എന്തുവരെ പറയണമെന്ന് ആഗ്രഹിച്ചോ അവിടെ വരെ എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിൽ പറയാതെ വിട്ടതിൽ ഒരു സംഗതി ഇന്ന് പറഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നോൺ കൺസെപ്റ്റാണ് ദരിദ്രയിലെ. അത് ഡിഫറൻസ് എന്ന ഇതിനകം നിങ്ങളിൽ പലർക്കും പരിചിതമായിട്ടുള്ള ഒരു നോൺ കൺസെപ്റ്റാണ് ഡിഫറൻസ് എന്നുള്ളത്. നമ്മൾ ഒരുപക്ഷെ എഴുത്തിലൂടെ മാത്രമായിരിക്കാം ഇത് ഡിഫറൻസിൽ നിന്നും ചെറുതായിട്ടൊന്ന് വ്യത്യാസപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് എഴുതുമ്പോൾ മാത്രമായിരിക്കാം. കാര്യം അത് നമ്മൾ സ്പെല്ല് ചെയ്യുമ്പോൾ, എഴുതുമ്പോൾ R കഴിഞ്ഞിട്ട് A ആണ് വരുന്നത്, ഇക്ക് പകരം A ആണ് വരുന്നത്. അപ്പോൾ ഡിഫറൻസ് എന്നുള്ളതിൽ നിന്ന് ഡിഫറൻസിനെ ഡിഫറൻ്റ് ആക്കുന്നത് ഈ എഴുത്തിലെ ഈ വ്യത്യാസമാണ്. പറയുമ്പോൾ ഒരുപക്ഷെ അത്രയ്ക്ക് ആ വ്യത്യാസം കമ്മ്യൂണിക്കബിൾ ആവണമെന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല. ഇത് തന്നെയാണ് ധൃത ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാരണം എഴുത്തിന്റെ ഭൗതികതയ്ക്ക് മാത്രം വിനിമയം ചെയ്യാൻ കഴിയുന്ന ചിലതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ നിയോലോജിസം കോയിൻ ചെയ്തപ്പോൾ ഇത്തരത്തിലുള്ള ടു ഡിഫർ ആൻഡ് ടു ഡെഫർ, ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ഡിഫറൻസ് എന്നുള്ള ഒരു നിയോലോജിസം അദ്ദേഹം കോയിൻ ചെയ്യുന്നത്. ഡെഫർ എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കുക എന്നുള്ളതാണ്. ഡിഫർ എന്ന് പറയുന്നത് ഒന്നിൽ നിന്നുമുള്ള അന്തരത്തെയാണ് അത് ധ്വനിപ്പിക്കുന്നത്. എ ഡിഫേഴ്സ് ഫ്രം ബി എന്ന് പറഞ്ഞാൽ എ ഈസ് ഡിഫറെന്റ് ഫ്രം ബി എന്നുള്ളതാണെന്ന് നമുക്കറിയാം. പക്ഷേ ബി ഈസ് ഡെഫേർഡ് എന്ന് പറഞ്ഞാൽ ദി അറൈവൽ ഓഫ് ബി ഈസ് ഡിലേഡ് എന്നുള്ളതാണ്. ബിയുടെ ആഗമനമാണ് നീട്ടിവെക്കപ്പെടുന്നത്. അപ്പോ ഒരേ സമയം സ്പേഷ്യലായിട്ടും ഇത് കുറച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നലെ സംസാരിച്ചതിനേക്കാൾ കുറച്ചും കൂടി സങ്കീർണമായിട്ടുള്ള സംഗതികളാണ് ഇന്ന് സംസാരിക്കുന്നത്. കഴിയുന്നത്ര അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനകത്ത് ഒരുപക്ഷെ വേണ്ടത്ര ആകാതെ പോകാനും വഴിയുണ്ട്. ഇതെല്ലാം അവതർമാണത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അപ്പോ ഈ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഡിഫറൻസ് എന്നുള്ളതിൽ രണ്ട് തരം ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്, രണ്ട് തരം പ്രവർത്തനങ്ങളുണ്ട്. ഒന്ന് അത് സ്പേഷ്യലായിട്ടുള്ള, സ്ഥലവുമായി ബന്ധപ്പെട്ട, ഇടവുമായി ബന്ധപ്പെട്ട, സ്ഥലതയുമായി ബന്ധപ്പെട്ട ഓപ്പറേഷനാണ്. മറ്റൊന്ന് ടെമ്പറലാണ്, കാലവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നീട്ടിവെക്കുക എന്ന് പറയുന്നത് കാലികതയിൽ സംഭവിക്കുന്നു. അന്തരം എന്ന് പറയുന്നത് ഒരുപക്ഷെ സ്പേഷ്യലായിട്ടുള്ള ഒരു ടെറിട്ടറിയിൽ നടക്കുന്നു. ഇത് എങ്ങനെയാണ് സപ്ലിമെന്റ് പോലെ വളരെ ശക്തമായ ഒരു നോൺ കൺസെപ്റ്റായി ധൃതയിൽ പ്രവർത്തിക്കുന്നത്? ധൃതയുടെ വായനയെ ഇത് പ്രകാരം സ്വാധീനിക്കുന്നു. ധൃത വഴി നമ്മളുടെ വായനയെ ഇതെങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ആദ്യമായി പറയാൻ ഉദ്ദേശിക്കുന്നത്. അതില് വളരെ പ്രാഥമികമായിട്ടും, ഇതൊരു പ്രവേശികയായതുകൊണ്ട് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നിർവാഹമില്ല, നമുക്ക് അതിനുള്ള സമയവുമില്ല വിശദമായിട്ട് പറയാൻ. പക്ഷെ പെട്ടെന്ന് നമുക്ക് കൈകാര്യം ചെയ്ത് പോകേണ്ട ഒരു സംഗതി ഫെർഡിനാൻഡ് ദി സൊസ്യൂർ എന്ന് പറയുന്ന ഭാഷാശാസ്ത്രജ്ഞൻ മുമ്പോട്ട് വെച്ച ഡിഫറൻസ് എന്നുള്ള ഒരു സങ്കല്പമാണ്. സൊസ്യൂർ പറയുന്നത് ഭാഷ പ്രവർത്തിക്കുന്നത്, ഒരു സിസ്റ്റം എന്ന നിലയിൽ ഭാഷ പ്രവർത്തിക്കുന്നത് അന്തരങ്ങളിലൂടെയാണ് എന്നുള്ളതാണ്. കുറച്ചും കൂടി വിശദമാക്കിയാൽ, ലിംഗ്വിസ്റ്റിക് സൈൻ എന്നുള്ളതിന്, ചിഹ്നം എന്നുള്ളതിന് രണ്ട് ഘടകങ്ങളുണ്ട്, രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് സിഗ്നിഫയർ, സൂചകം, മറ്റൊന്ന് സിഗ്നിഫൈഡ്, സൂചിതം എന്നുള്ളത്.
അതിലൊന്ന് സെൻസിബിൾ ആണ്, മറ്റൊന്ന് ഇന്റലിജിബിൾ ആണ്. അപ്പോ സെൻസിബിൾ ആയിട്ടുള്ള ഒരു വാക്ക്, ഇപ്പൊ പൂച്ച എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ, ആ സൂചകം കേൾക്കുമ്പോൾ നമ്മള് പൂച്ച എന്ന 4 കാലുള്ള ഒരു കൊച്ചു മൃഗത്തിന്റെ ചിത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. ആ ചിത്രമാണ് നമ്മുടെ മനസ്സിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആശയത്തിന്റെ കൺസെപ്റ്റിന്റെ ആ ചിത്രമാണ് സൂചിതം എന്ന് പറയുന്നത്. അപ്പൊ സൂചകവും സൂചിതവും കൂടി ചേരുന്നതാണ് സൈൻ, ചിഹ്നം എന്ന് പറയുന്ന സംഗതി. ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു ഉൾക്കാഴ്ച സൊസ്യൂറിൻ്റെതായിട്ടുള്ളത്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സിഗ്നിഫയർ ആൻഡ് ദ സിഗ്നിഫൈഡ് ഈസ് ആർബിട്രറി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ സ്വയം ദത്തമായിട്ടുള്ള, ഇൻഹെറന്റ് ആയിട്ടുള്ള ഒരു ബന്ധം സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിലില്ല. നമ്മുടെ ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്ന നമ്മൾ എല്ലാവരും കൂടി ഈ ഗൂഗിൾ മീറ്റ് കഴിയുന്നത് വരെ പൂച്ചയെ പട്ടിയെന്നും പട്ടിയെ പൂച്ചയെന്നും വിളിക്കുമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ, പൂച്ച എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന സിഗ്നിഫൈഡ് പട്ടി എന്നുള്ള മൃഗത്തിന്റെ ചിത്രമായിരിക്കാം, തിരിച്ചും. അപ്പോ എങ്ങനെ വേണമെങ്കിലും മാറ്റിമറിക്കാവുന്ന തരത്തിൽ ആർബിട്രറി ആയിട്ടുള്ള ഒരു ബന്ധമാണ്. അതായത് രൂഢമൂലമായിട്ടുള്ള, ദൃഢമായിട്ടുള്ള, ഇറവോക്കബിൾ ആയിട്ടുള്ള ഒരു ബന്ധം സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിലില്ല എന്നുള്ളതാണ്. അപ്പൊ അത്രമേൽ സന്നിഗ്ധമായിട്ടുള്ള, സ്ലിപ്പറി ആയിട്ടുള്ള ഒരു ബന്ധമാണ് സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിലുള്ളത്. ഇനി എങ്ങനെയാണ് ഈ ഭാഷ പ്രവർത്തിക്കുന്നത്? അതിന് സൊസ്യൂർ പറയുന്നത്, ഈ ഭാഷയിൽ ഇപ്പൊ 3 വാക്കുകൾ നമ്മൾ എടുക്കുക. പെറ്റ്, സെറ്റ്, കട്ട് എന്ന് 3 വാക്കുകൾ എടുക്കുക. ഇതിനകത്ത് ട് എന്നുള്ള ശബ്ദം ഈ 3 വാക്കിലുമുണ്ട്. പെറ്റിലുണ്ട്, സെറ്റിലുണ്ട്, കട്ടിലുണ്ട്. പക്ഷെ ഇത് 3 വാക്കായി മാറുന്നത് ഇതിന്റെ ആദ്യത്തെ ഫൊണീം എന്ന് പറയുന്ന സംഗതി ഡിഫർ ചെയ്യുന്നതുകൊണ്ടാണ്. പ ഈസ് ഡിഫറെന്റ് ഫ്രം ക. അതുകൊണ്ടാണ് പെറ്റാകുന്നതും കട്ടാകുന്നതും. അപ്പോൾ ഡിഫറൻസിലൂടെ മാത്രമാണ് ഭാഷ അർത്ഥോൽപാദനം നടത്തുന്നത് എന്ന് സൊസ്യൂർ പറയുന്നുണ്ട്. അദ്ദേഹം അത് മാത്രമല്ല പറയുന്നത്, ഭാഷയെ നമുക്ക് 2 രീതിയിൽ പഠിക്കാം. അത് ഡയക്രോണിക് ആയിട്ട് പഠിക്കാം. ഭാഷയുടെ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ, ഭാഷ ഉണ്ടായപ്പോൾ മുതൽ അത് ഇവോൾവ് ചെയ്തൊരു ചരിത്രമുണ്ടല്ലോ, ആ ചരിത്രത്തിന്റെ തുടർച്ച വെച്ച് ഭാഷയെ പഠിക്കാം. അതിനെ സിങ്ക്രോണിക് ആയിട്ട് പഠിക്കാം. ഈ ചരിത്രമല്ലാതെ ഈ ഗിവൺ മൊമെന്റിൽ ഭാഷ എന്താണ്, നമ്മളുടെ മുമ്പിൽ ഒരു സിസ്റ്റമായി നിൽക്കുന്ന ഭാഷ എന്താണ്, അതിൽ സൊസ്യൂർ പഠിക്കാൻ ശ്രമിച്ചത് ഈ സിങ്ക്രോണിക് ആയിട്ട് ഭാഷയെ സമീപിക്കാനാണ്. ഡയക്രോണിക് ആയിട്ട് സമീപിക്കാനല്ല അദ്ദേഹം ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഭാഷയ്ക്ക് 2 ആക്സസ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഒന്ന് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ആക്സസ്, മറ്റൊന്ന് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ആക്സസ്. തിരശ്ചീനവും ലംബവുമായിട്ടുള്ള 2 ആക്സസുകൾ ഈ ഭാഷയ്ക്കുണ്ട്. തിരശ്ചീന തലത്തെ അദ്ദേഹം സിൻഡാഗ്മാറ്റിക് എന്ന് വിശേഷിപ്പിക്കുന്നു, ലംബ മാതൃകയുള്ളതിനെ പാരഡിഗ്മാറ്റിക് എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോ സൊസ്യൂർ പറയുന്നത് സിൻഡാഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ ആ പ്രയോഗത്തിൽ തന്നെയുണ്ട്, ഭാഷയുടെ സിൻടാക്സ് ആണ്, വാചകത്തിന്റെ സിൻടാക്സ് ആണ്. അപ്പോൾ ഒരു നൗൺ കഴിഞ്ഞ് അടുത്തത് എന്താണ് വരേണ്ടത്, അത് കഴിഞ്ഞ് എന്താണ് വരേണ്ടത് എന്നുള്ള ആ നമ്മളുടെ തെരഞ്ഞെടുപ്പാണ് ആ സിൻഡാഗ്മാറ്റിക് ആക്സസിൽ നടക്കുന്നത്. നമ്മളുടെ ചോയ്സ് ഓഫ് വേർഡ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അവിടെ സ്ഥാപിക്കപ്പെടുന്നത്. പക്ഷെ ഇങ്ങനെ വാക്കുകൾ സ്ഥാപിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഒരുപാട് വാക്കുകളെ നമ്മൾ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് വാക്കുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് വാക്കുകൾക്കിടയിൽ നിന്നും നമുക്ക് വേണ്ട ഒരു വാക്കിനെ ചൂസ് ചെയ്യുകയും അത് സിൻഡാഗ്മാറ്റിക് പ്രതലത്തിൽ നമ്മൾ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പുറന്തള്ളപ്പെട്ട, ദമിതമായി പോയ, തിരസ്കരിക്കപ്പെട്ട വാക്കുകളെല്ലാം കിടക്കുന്നത് ഈ പാരഡിഗ്മാറ്റിക് ആക്സസിലാണ്. അതുകൊണ്ടാണ് പിന്നീട് പാരഡിഗ്മാറ്റിക് ആക്സസിനെ മെറ്റഫറുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. സിൻഡാഗ്മാറ്റിക് ആക്സസിനെ മെറ്റോണമിയായും പാരഡിഗ്മാറ്റിക് ആക്സസിനെ മെറ്റഫറായും പിന്നീടുള്ള പഠനങ്ങളിൽ അത് വരുന്നുണ്ട്. ഇത് സൈക്കോ അനാലിസിസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ലക്കാനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അദ്ദേഹം വളരെ പ്രയോജനപ്പെടുത്തിയ ഒരു ഇൻസൈറ്റ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതെന്തുമാകട്ടെ, ദെറിദ ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഡിഫറൻസിലാണ് ദെറിദ
കയറി പിടിക്കുന്നത്. സുഷൂർ പറയുന്ന ഈ ഡിഫറൻസിലാണ് ദരിദ്ര കയറി പിടിക്കുന്നത്. ദരിദ്ര പറയുന്നത് ഒഴിവാക്കപ്പെട്ട വാക്കുകളുടെ എല്ലാം മുദ്രകൾ, ട്രേസസ് സന്നിഹിതമായ വാക്കുകളിലുണ്ട് എന്നാണ് ദരിദ്ര. അങ്ങനെയാണ് ദരിദ്ര ഒരു ആബ്സെന്റ് പ്രസൻസിനെ, മെറ്റാഫിസിക്സ് ഓഫ് പ്രസൻസിനെ അപനിർമ്മിച്ചുകൊണ്ട് ഒരു ആബ്സെന്റ് പ്രസൻസിനെ ട്രേസ് എന്ന് പറയുന്ന ഒരു നോൺ കൺസെപ്റ്റ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പനമാണ് ദരിദ്രയുടെ ട്രേസ് എന്ന് പറയുന്നത്. ഈ ട്രേസ് എന്ന് പറയുന്നത് ഒഴിവാക്കപ്പെട്ട, ദമിതമായി പോയ അർത്ഥങ്ങളും സാന്നിധ്യങ്ങളുമാണ് ട്രേസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ സാന്നിധ്യങ്ങൾക്കുള്ളിലും ഒരു ട്രേസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ദരിദ്ര പറയുന്നു. ഇൻ എ സെൻസ് ട്രേസ് ഈസ് ഡെത്ത്, അതായത് ഒഴിവാക്കപ്പെടുന്ന ഒരു, എന്നാൽ ജീവിച്ചിരിക്കുന്നതിൽ സാന്നിധ്യം അറിയിക്കുന്ന ഈ മുദ്ര എന്ന് പറയുന്നത് ഈ സാന്നിധ്യങ്ങളെ മുഴുവനും ഹോണ്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അത് പിന്നീട് ഹോണ്ടോളജി തുടങ്ങിയ സങ്കല്പത്തിലേക്ക് അതിനെ വികസിപ്പിച്ച് എടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് ദരിദ്ര ഒരു സൊഷൂറിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ദരിദ്ര ചെയ്യുന്ന ഒരു സംഗതി, സിഗ്നിഫയറിൽ നിന്ന് വളരെ സ്വാഭാവികമെന്ന് പറയാൻ പറ്റില്ല. കാരണം സൊഷൂർ പറയുന്നത് ലാംഗ്വേജ് ഒരു സിസ്റ്റമാണ്, ദാറ്റ് ഇസ് ഗവേൺ ബൈ എ കോണ്ടെക്സ്റ്റ്, എ കൾച്ചറൽ മിലിയു. ഇതെല്ലാം ഇതിനെ ഗംഭീരമായിട്ട് സ്വാധീനിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു സിഗ്നിഫയറിൽ നിന്നും സിഗ്നിഫൈഡിലേക്ക് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് ആർബിട്രറി ആണെങ്കിലും അത്തരമൊരു ട്രാവൽ കൾച്ചറലി ഡിറ്റർമിൻഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് വളരെ പെട്ടെന്ന് അർത്ഥോൽപാദനം സാധ്യമാകുന്നത്. പെട്ടെന്ന് അർത്ഥോൽപാദനം സാധ്യമാകുന്ന ഈ കൾച്ചറൽ ഓപ്പറേഷനെ പിന്നീട് അൾത്തൂസർ പോലെയുള്ള ആളുകൾ പ്രത്യയശാസ്ത്രം എന്ന് വിളിച്ചു തുടങ്ങി. അവിടെ ഇതിന്റെ എല്ലാം പിൻപാഠങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. പക്ഷെ ദരിദ്ര ഈ ട്രാവലിനെയാണ് ഡിസ്റപ്റ്റ് ചെയ്യുന്നത്. സിഗ്നിഫയറിൽ നിന്നും സിഗ്നിഫൈഡിലേക്കുള്ള ഈ സ്മൂത്ത് ജേർണി, സുഗമമായ ഈ യാത്രയെ ദരിദ്ര തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഡിസ്റപ്റ്റ് ചെയ്യുകയാണ്, ഡീകൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദരിദ്ര പറയുന്നത് ഒരു സിഗ്നിഫയറിൽ നിന്നും സിഗ്നിഫൈഡിലേക്ക് വളരെ എളുപ്പം നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല. കാരണം സിഗ്നിഫൈഡ് ഇറ്റ് സെൽഫ് ഈസ് എ സിഗ്നിഫയർ എന്നാണ്. മനസ്സിലായെന്ന് ധരിക്കുന്നു. സിഗ്നിഫൈഡ് എന്ന് നമ്മൾ കരുതുന്നത് യഥാർത്ഥത്തിൽ സിഗ്നിഫയർ ആണ്. എങ്ങനെ നമുക്കിത് വിശദമാക്കാൻ സാധിക്കും? നമ്മൾ ഡിക്ഷണറിയിൽ ഒരു വാക്കിന്റെ അർത്ഥം തിരയുമ്പോൾ ഒരു വാക്കിന്റെ അർത്ഥമായി കൊടുക്കുന്നത് മറ്റു വാക്കുകളാണ്. അപ്പോ സിഗ്നിഫയറിൽ നിന്നും സിഗ്നിഫൈഡിലേക്കല്ല നമ്മൾ ചെല്ലുന്നത്, മറിച്ച് സിഗ്നിഫയറിൽ നിന്നും സിഗ്നിഫയറിലേക്കാണ് ചെല്ലുന്നത്. ഈ ട്രാവൽ അനന്തമായി തുടരാനുള്ള സാധ്യതകൾ ഭാഷയ്ക്കുള്ളിലുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ സ്ലൈഡിങ് ഓഫ് ദ സിഗ്നിഫയറിൽ നിന്നും സിഗ്നിഫയറിലേക്ക് തെന്നി നീങ്ങുന്ന സൂചകങ്ങളുടെ അനന്തലീല എന്ന് നമുക്ക് പറയാം. ഇൻഫിനിറ്റ് പ്ലേ ഓഫ് സിഗ്നിഫയർ, അനന്തലീല, അത് രണ്ട് സ്ഥലത്തും ഒരു ഡിലേ ഉണ്ടാക്കുന്നുണ്ട്. അത് സ്പേഷ്യൽ പ്ലെയിനിൽ ഉണ്ടാക്കുന്നുണ്ട്. കാരണം സിൻഡാഗ്മാറ്റിക് ചെയിനിൽ ഒരിക്കലും നിങ്ങൾക്ക് അതിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഒരു സൂചകം വരുമ്പോഴേ അടുത്ത സൂചകത്തിലേക്ക് അത് കയറുകയാണ് ചെയ്യുന്നത്. ഒപ്പം ഇതിന് ഒരു ടെമ്പറാലിറ്റിയും ഉണ്ട്. അപ്പോൾ ഒരു ഡിഫറൻസും അവിടെ ഉണ്ട്, ഒരു ഡെഫർമെന്റും അവിടെ സംഭവിക്കുന്നു. ഇതിനെയാണ്, ഈ ഓപ്പറേഷനെയാണ് ദരിദ്ര ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഈ ഡിഫറൻസ് എന്ന് പറയുന്ന ഈ വളരെ പവർഫുൾ ആയിട്ടുള്ള അപനിർമ്മാണ വായന സൊഷൂറിൽ നടത്തുന്നതോടുകൂടി, ദിസ് ഈസ് ഹൗ ഹി ഡീകൺസ്ട്രക്ട്സ് സൊഷൂർ. മെറ്റാഫിസിക്സ് ഓഫ് പ്രസൻസിന് കനത്ത ഒരു പ്രഹരമാണ് ദരിദ്ര കൊടുക്കുന്നത്. അർത്ഥോൽപാദനം എന്നത് നിങ്ങൾ കരുതുന്ന പോലെ എളുപ്പമല്ല. അധീശാധികാരങ്ങളും പ്രത്യയശാസ്ത്രവും അർത്ഥത്തെ അറസ്റ്റ് ചെയ്യാൻ നമ്മളോട് നിർബന്ധിക്കുകയാണെങ്കിൽ, അർത്ഥത്തെ നിയതമാക്കി ക്ലിപ്തമാക്കി നിലനിർത്താൻ നമ്മളെ നിർബന്ധിക്കുമെങ്കിലും ആ വലക്കെട്ടുകൾ പൊട്ടിച്ച് വെളിയിലേക്ക് കുതിച്ചു ചാടാൻ സഹജമായ ഒരു ശേഷി
ഈ അർത്ഥോൽപാദന പ്രക്രിയയ്ക്കുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഇതാണ് അപനിർമ്മാണ വായനയുടെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള രാഷ്ട്രീയ ശക്തികളിലൊന്ന്. അതിന്റെ രാഷ്ട്രീയം അത് രൂപപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള സങ്കല്പനങ്ങളിലൂടെയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം നോൺ റെപ്രസെന്റേഷൻസിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ദർദയുടെ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. സിഗ്നിഫയറിൽ നിന്ന് സിഗ്നിഫയറിലേക്ക്, അവിടുന്ന് മറ്റൊരു സിഗ്നിഫയറിലേക്ക് അനന്തമായി നീട്ടിവെക്കപ്പെടുന്ന അർത്ഥോൽപാദനത്തിലൂടെ സിഗ്നിഫയറുകളിൽ നിന്ന് സിഗ്നിഫയറുകളിലേക്ക് നമ്മൾ സ്ലൈഡ് ചെയ്ത് അനന്തമായി മുമ്പോട്ട് പോകുന്നത് കൊണ്ട് എല്ലാ മൊമെന്റിലും ചുരുളഴിഞ്ഞ് അനന്തമായി നീളുന്ന ഒരു പായ പോലെ ടെക്സ്റ്റുവാലിറ്റി പരക്കുകയാണ് ചെയ്യുന്നത്. തുടക്കവും അവസാനവും ഇല്ലാത്ത ഒരു പായ നിങ്ങൾ സങ്കല്പിക്കുക. അത് ചുരുട്ടി വെച്ചിരിക്കുകയാണ്. എവിടെയോ ചുരുട്ടി ഏതാണ്ട് അതിന്റെ ഒരറ്റം ഇങ്ങനെ നീണ്ടു പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ സംവെയർ ഇൻ ദ മിഡിൽ യു ആർ ട്രൈങ് ടു അൺഫോൾഡ് ഇറ്റ്. ഇത് നിങ്ങൾ അഴിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഈ പായ നീണ്ടു പോകുന്നു, അതിന് അവസാനമില്ല. ഈ ചുരുളഴിയുന്ന പായയാണ് ടെക്സ്റ്റുവാലിറ്റി എന്ന് ദർദ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദർദ പറയുന്നത് there is nothing outside the text. ഇതാണ് ദർദയുടെ ഏറ്റവും അധികം വിമർശന വിധേയമായ ഒരു പ്രസ്താവന. If there is nothing outside the text, how about the world എന്നാണ് പല ദർദ വിമർശകരും ഉടനെ ദർദയോട് ചോദിക്കുന്നത്. നിങ്ങൾ പറയുന്നു പാഠത്തിന് പുറത്ത് ഒന്നുമില്ല എന്നുള്ളത്, അപ്പോൾ ലോകമോ? എനിക്ക് തോന്നുന്നു ഇന്നലെ സുബിൻ എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്കാണ് നമ്മളിപ്പോ വരുന്നത്. പാഠത്തിന് പുറത്ത് ഒരു ലോകമില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഈ ചോദ്യത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ എഡ്വാർഡ് സെയ്ദ് ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്, ദ വേൾഡ് ദ ടെക്സ്റ്റ് എന്ന ടൈറ്റിലിട്ട ഒരു പുസ്തകം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദർദയുടെ വിമർശകനായിരുന്നു എഡ്വാർഡ് സെയ്ദ്. അദ്ദേഹം കുറെ കൂടി ഫുക്കോയായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ചിന്തകനാണ്. ഈ ചോദ്യത്തിന്റെ പ്രശ്നം ഇപ്പോ ഇത് അപനിർമ്മാണത്തെ സംബന്ധിക്കുന്ന ഒരു പ്രവേശികയായതുകൊണ്ട് കഴിവതും ഞാൻ അപനിർമ്മാണ പക്ഷത്ത് നിന്നാണ് ഇത് അവതരിപ്പിക്കുന്നത്. എനിക്ക് വളരെ മൗലികമായിട്ട് അപനിർമ്മാണവുമായിട്ടുള്ള ഒരു വിമർശനമോ അന്തരമോ ഉണ്ടെങ്കിൽ അത് ഞാൻ ഒടുവിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ സൂചിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ഇവിടെ ഐ തിങ്ക് ഐ എം വിത്ത് ദർദ. കാരണം അദ്ദേഹം പറയുന്നത് പാഠത്തിന് വെളിയിലുള്ള ഒരു ലോകത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ മെറ്റാഫിസിക്സ് ഓഫ് പ്രസൻസിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് സ്വയം ദത്തമായിട്ടുള്ള, പ്രീ ഗിവൺ ആയിട്ടുള്ള, ഓണ്ടോളജിക്കലി ഗിവൺ ആയിട്ടുള്ള, ടെക്സ്റ്റുവാലിറ്റി ഒട്ടുമേ വിഷ്യേറ്റ് ചെയ്യാത്ത, പാഠ്യത എന്ന് പറഞ്ഞാൽ മലിനപ്പെടാത്ത പരിശുദ്ധമായ ഒരു ലോകം അവിടെയുണ്ട്. ആ ലോകത്തെ നമുക്ക് വായിക്കാം, വിമർശിക്കാം, പ്രതിനിധാനം ചെയ്യാം. ബിക്കോസ് ദാറ്റ് ഓബ്ജക്റ്റ് ഈസ് ഓൾവേസ് ഓൾറെഡി ദെയർ. ഇത് ഫിനോമിനോളജിയുടെ വളരെ ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള ഓബ്ജക്റ്റ് ആണ്. ഹുസേള് ഇതിനെ ട്രാൻസെൻഡന്റൽ സിഗ്നിഫൈഡ് എന്നൊക്കെ പറയുന്ന തരത്തിൽ എനിക്ക് തോന്നുന്നു ഫിലോസഫി സ്റ്റുഡൻസിന് പിന്നീടുള്ള വായനയിൽ ആ വഴിക്കൊക്കെ വായിച്ചു നോക്കാവുന്നതാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു ട്രാൻസെൻഡന്റൽ സിഗ്നിഫൈഡ് ശുദ്ധമായിട്ടുള്ള ഒരു ഓബ്ജക്റ്റ്, ഒരു ലോകം, പാഠ്യതയിൽ നിന്ന് നിർമുക്തമായിട്ട് പരിശുദ്ധമായിട്ട് നിൽക്കുന്ന ഒരു ലോകം അവിടെയുണ്ട്. പാഠ്യത തീണ്ടാത്തൊരു ലോകമുണ്ട്. പക്ഷെ ഈ ലോകം എന്നത് നമ്മൾ അനുഭവിക്കുന്നത് തീർച്ചയായിട്ടും ടെക്സ്റ്റിലൂടെയാണ്, റെപ്രസെന്റേഷനിലൂടെയാണ്, സൈൻ്റെ പ്ലേകളിലൂടെയാണ്. നമ്മൾ മഴ എന്നൊരു ഓബ്ജക്റ്റിനെ കാണുമ്പോഴും ഒരു മഴ നമ്മൾ നനയുകയാണെങ്കിൽ ഈ മഴ നനയുന്നതിൻ്റെ ഒരു വലിയ കൾച്ചറൽ, സാംസ്കാരികമായ ഓർമ്മകളാണ് നമ്മളെ ആ ഓർമ്മകളിലാണ് നമ്മൾ നനയുന്നത്. ആ ഓർമ്മകൾ ഉണ്ടാക്കുന്ന ആന്റിസിപ്പേഷനിലാണ് നമ്മൾ നനയുന്നത്. സോ ഇറ്റ് ഈസ് ബേസിക്കലി എവറി റെയിൻ ഈസ് എ ടെക്സ്റ്റുവൽ റെയിൻ എന്ന് നമുക്ക്
പറയാൻ സാധിക്കും. എ ടെക്സ്റ്റുലൈസ്ഡ് റെയിൻ എന്ന് പറയാൻ സാധിക്കും. അപ്പോ ഇതിന് വെളിയിൽ ലോകമുണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ ഒരു ഉത്തരമാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വായനയിൽ ആത്യന്തികമായ സത്യം, അബ്സല്യൂട്ട് ട്രൂത്ത്, ഗോഡ് തുടങ്ങിയവയെല്ലാം, സെൽഫ് തുടങ്ങിയവയെല്ലാം അസ്ഥിരമാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ അസ്ഥിരമാക്കിയ ചിന്തകരാണ് ദെറിദ. ദെറിദയ്ക്ക് മുമ്പ് ഓഫ് കോഴ്സ് ഫ്രോയിഡ് അതാണ് ചെയ്തത്. ഫ്രോയിഡിൽ നിന്ന് ലക്കാൻ അതാണ് ചെയ്തത്. മാർക്സ് അതാണ് ചെയ്തത്. അപ്പോൾ ഉറപ്പിച്ചു നിർത്തിയ കർത്തൃത്വങ്ങളെ, തന്മകളെ അസ്ഥിരപ്പെടുത്തുകയാണ് ഇവരെല്ലാം ചെയ്തത്. ഈ ഉറപ്പിച്ചു നിർത്തുന്ന ആധികാരിക ബിംബങ്ങളിലാണ് അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്നത് എപ്പോഴും എന്നുള്ളതും നിങ്ങൾ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോ ഒറ്റ സംഗതി കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഇപ്പോ ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ COVID-19 കുറിച്ച് സംസാരിച്ചാണ് തുടങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഞാൻ എഴുതി വെച്ച ഒരു കാര്യം, ഈ മൂർത്തമായിട്ടുള്ള, അതായത് ടെക്സ്റ്റിൽ നിന്ന് സ്വതന്ത്രമായിട്ടുള്ള അസ്തിത്വം അല്ലെങ്കിൽ ഒരു നിലനിൽപ്പ് ജീവികൾക്ക് അല്ലെങ്കിൽ ഓബ്ജക്ട്സിനുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ ഇപ്പൊ നമ്മളൊരു വൈറസിനെ പഠിക്കുകയാണ് ചെയ്യുന്നത്. COVID-19 എന്ന ഒരു വൈറസിനെ വളരെ എംപിറിക്കൽ ഡാറ്റയുടെ മുകളിലാണ് നമ്മളുടെ പഠനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ടെക്സ്റ്റുവാലിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വൈറസിന്റെ ആഗമനത്തോടു കൂടി, ഇതൊട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു വൈറസാണ് ഇത്. ദെറിദയുടെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അറൈവന്റ് എന്ന് പറയും ഇതിന്. അതിലേക്കൊക്കെ നമ്മൾ ഇതിന്റെ ലേറ്റർ പാർട്ടിൽ പോകാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആ വൈറസിന്റെ ചെറുത്തുനിർപ്പുകൾ ഉണ്ടാക്കുന്ന മെറ്റഫോറിസിറ്റി നിങ്ങൾ ആലോചിക്കുക. യുദ്ധത്തിന്റെ മെറ്റഫോറിസിറ്റിയാണ് അത് സൃഷ്ടിക്കുന്നത്. അറേഞ്ച്മെന്റ് എല്ലാം അത്തരത്തിലുള്ള എന്താ പറയുക, സെക്ലൂഷന്റെയും റെസിസ്റ്റൻസിന്റെയും അൺടച്ചബിലിറ്റിയുടെയും വലിയ രീതിയിലുള്ള ഒരു മെറ്റഫോറിസിറ്റിയാണ് ഇതിനെ സറൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടെക്സ്റ്റുവാലിറ്റിയിലൂടെ മാത്രമേ നമുക്ക് ഇന്ന് COVID-19 എന്ന വൈറസിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്ന സംഗതിയെ കുറിച്ചുള്ള, നോൺ കൺസെപ്റ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നത് ജോനാഥൻ കള്ളർ എന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള ഈ പ്രവേശികകൾ എഴുതുന്ന ഏറ്റവും മനോഹരമായ ഡീകൺസ്ട്രക്ഷനെ കുറിച്ചുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു പ്രവേശിക അദ്ദേഹത്തിൻ്റെയാണ്, ഓൺ ഡീകൺസ്ട്രക്ഷൻ എന്ന പുസ്തകം. അദ്ദേഹം അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഗതി, ഒരു വ്യക്തി എന്ന് തന്നെ പറയാം, ഒരു ഇൻഡിവിജ്വലിന്, ഒരു സെൽഫിന് അയാളുടെയോ അവളുടെയോ ജീവിതത്തിലെ ഏറ്റവും ഒറിജിനൽ ആയിട്ടുള്ള ഒരു അനുഭവം, മൗലികമായിട്ടുള്ള ഒരു അനുഭവം മറ്റൊരാളോട് പ്രകടിപ്പിക്കേണ്ടി വരുമ്പോൾ പറയുന്നത് ഐ ലവ് യു എന്ന 3 വാക്കാണ്. പക്ഷേ ദീസ് 3 വേർഡ്സ് ആർ ഓൾവേസ് ഓൾറെഡി എ കോട്ട്. ദീസ് 3 വേർഡ്സ് ആർ ഓൾവേസ് ഓൾറെഡി വിത്തിൻ ഇൻവെർട്ടഡ് കോമാസ്. അപ്പോൾ തനിക്ക് മുമ്പ് എത്രയോ പേര് പറഞ്ഞ 3 വാക്കുകളാണ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷെ ഈ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത് സിംഗുലാരിറ്റിയുടെ ഒരു അനുഭവ മുഹൂർത്തത്തിലാണ്. അപ്പോൾ ഈ സിംഗുലാരിറ്റിയെ ഇത് ഉള്ളിൽ നിന്ന് തന്നെ വിഷിയേറ്റ് ചെയ്യുന്നുണ്ട്, പിളർക്കുന്നുണ്ട് എന്നാണ് ജോനാഥൻ കള്ളർ പറയുന്നത്. അപ്പോൾ ആ ഒരു സംഗതിയോടുകൂടി നമ്മൾ ഡിഫറൻസ് എന്ന് പറയുന്ന ഈ നമ്മളുടെ ഡിഫറൻസ് എന്ന ടോപ്പിക്കിന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇനി പറയണമെന്ന് കരുതിയ 2 സംഗതികൾ ഇവിടെ ഒഴിവാക്കുകയാണ്. അത് സിഗ്നേച്ചർ, കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന 2 സംഗതിയാണ്. JL ഓസ്റ്റിൻ എന്ന് പറയുന്ന ഭാഷാശാസ്ത്രജ്ഞന്റെ ദെറിദ എങ്ങനെയാണ്, സൈദ്ധാന്തികനെ എങ്ങനെയാണ് ദെറിദ വായിക്കുന്നത് എന്നുള്ളത് തൽക്കാലം ഞാൻ ഒഴിവാക്കുകയാണ്. അത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പറയാൻ സാധിക്കുകയില്ല. അത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇഷ്ടംപോലെ പ്രവേശികകൾ അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ അവതർമാണത്തെ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് മറന്നു പോകാതെ നോക്കേണ്ട സംഗതികളാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നു. ഇനി ഞാൻ പറയുന്നത് സാമാന്യം ദീർഘമായിട്ട് പറയേണ്ട ഒരു സംഗതി. ഇന്നത്തെ എനിക്ക് തോന്നുന്നു കുറെ അധികം സാഹിത്യ വിദ്യാർത്ഥികളും അധ്യാപകരും ഇതിനകത്തുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലിറ്ററേച്ചർ, സാഹിത്യത്തെ കുറിച്ചാണ്.
ധൃതയും സാഹിത്യവും. എന്താണ് ധൃതയ്ക്ക് സാഹിത്യം? സാഹിത്യത്തോട് ധൃത എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ധൃതയുടെ ഒരു ചെറിയ വാചകം ഞാൻ വായിക്കാം. There is always already deconstruction. There is always already deconstruction at work in works, especially in literary works എന്നാണ് അദ്ദേഹം പറയുന്നത്. There is always already deconstruction at work in works, especially in literary works. ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വെളിയിൽ നിന്ന് ഒരു പാഠത്തിലേക്ക് അക്രാമകമായി കൊണ്ടുവരേണ്ട ഒരു ശക്തിയല്ല എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. അത് പാഠത്തിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പാഠത്തിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഡീകൺസ്ട്രക്ഷൻ ഏറ്റവും അതിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നത് സാഹിത്യകൃതികളിലാണ് എന്നാണ് ധൃത പറയുന്നത്. ഇത് ധൃത പറഞ്ഞത് പോൾ ദ മാനെ, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പോൾ ദ മാനെ ഓർക്കുന്ന മെമ്മോയർ ഫോർ പോൾ ദ മാൻ എന്ന തൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കുറിപ്പിലാണ് ധൃത ഇത് പറയുന്നത്. ഇവിടെ ഒരർത്ഥത്തിൽ വളരെ വളരെ അപനിർമ്മാണ വിരുദ്ധമായ ഒരു സംഗതി നടക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു വ്യവഹാരത്തെ മറ്റൊരു വ്യവഹാരത്തിന് മുകളിൽ പ്രിവിലേജ് ചെയ്യുന്ന ആളല്ല ധൃത. അത്തരം പ്രിവിലേജുകളെ അസ്ഥിരപ്പെടുത്തുന്ന ആളാണ്. പക്ഷെ ഇവിടെ ധൃത സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ സാഹിത്യത്തെ ഒന്ന് പ്രിവിലേജ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. പ്രത്യേകിച്ച് ഫിലോസഫി ആയിട്ടുള്ള താരതമ്യത്തിൽ അദ്ദേഹം എപ്പോഴും സാഹിത്യത്തിന് ഒരു മേൽക്കൈ കൊടുക്കുന്നുണ്ട്. കാരണം അത് അത്രമേൽ നൈസർഗികമായി ഡീകൺസ്ട്രക്റ്റീവ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. ധൃതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ എന്ന് പറയുന്നത് മലാമെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കവിയാണ്. ജോയ്സ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. യുലിസിസിനെ കുറിച്ച് ഒരു ടെലിഫോണി എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വളരെ നീണ്ട ഒരു അപനിർമ്മാണ വായന ആക്ട്സ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന സമാഹാരത്തിൽ ഉണ്ട്. ഈ പിന്നെ ഒരുപിടി എഴുത്തുകാരുണ്ട്, അവരിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഫ്ലോബർട്ടിനെ കുറിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട്, പെത്തായെ കുറിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട്, ആർത്തോഡിനെ കുറിച്ച് എഴുതുന്നുണ്ട്, കാഫ്കയെ കുറിച്ച് എഴുതുന്നുണ്ട്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കാഫ്കയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇവരെല്ലാം അദ്ദേഹത്തിന് പ്രിയപ്പെട്ട എഴുത്തുകാരാണ്. കാരണം അധികാര ഘടനയെ അപനിർമ്മിച്ചവരാണ് ഇവരെല്ലാവരും. ഭാഷയില് ഒരു എഴുത്തില് സ്വാഭാവികമായിട്ട് ഈ അപനിർമ്മാണപരമായി അധികാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ അർത്ഥനിർമ്മാണം എന്ന് പറയുന്നത്, അർത്ഥോൽപാദനം എന്ന് പറയുന്നത് വളരെ ലളിതവും സുതാര്യവുമാണെന്ന കോമൺ സെൻസിക്കലായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്ര ധാരണയെ പൊളിച്ചവരാണ് ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ. അപ്പം അതുകൊണ്ടാവാം ധൃത ഈ സാഹിത്യത്തെ പ്രിവിലേജ് ചെയ്യുന്നതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നുന്നത്. ഒരു വാചകം കൂടി ഞാൻ ഉദ്ധരിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത് അദ്ദേഹം ഡെറക് ആറ്റ്വിജുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. അതും ഈ ആക്ട്സ് ഓഫ് ലിറ്ററേച്ചറിൽ ചേർത്തിട്ടുണ്ട് ആ അഭിമുഖം. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, ലിറ്ററേച്ചർ ഈസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് ഇൻ ദ വേൾഡ്. സാധാരണ സ്റ്റേറ്റ്മെന്റ് അല്ല അദ്ദേഹം നടത്തുന്നത്. ഇങ്ങനെ പറയാത്ത ഒരാളാണ് ധൃത പറയുന്നത്, ലിറ്ററേച്ചർ ഈസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് ഇൻ ദ വേൾഡ്, പെർഹാപ്സ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ വേൾഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഈ ലോകം പ്രതിനിധാനം എന്നുള്ള സംഗതികളെല്ലാം ഒരു ദരിദ്രൻ ശൈലിയിൽ വന്നു കഴിഞ്ഞിരിക്കും. അപ്പോ ഇതോടൊപ്പം അദ്ദേഹം പറയുന്നത്, ഇന്നത്തെ അർത്ഥത്തിൽ സാഹിത്യം എന്നത് ആധുനികതയോടൊപ്പം വ്യവഹരിക്കപ്പെടുകയും സ്ഥാപനവൽക്കരിക്കപ്പെടുകയും ചെയ്ത ഒന്നാണ്. ഇന്ന് നമ്മൾ സാഹിത്യം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ഒരു സ്ഥാപനത്തെയാണ്. അത് തീർച്ചയായിട്ടും ഒരു റീസൺ ഡെവലപ്മെന്റ് ആണ്. സ്ഥാപനവൽക്കരിക്കപ്പെടാത്ത ഒരു ഭൂതകാലം സാഹിത്യത്തിനുണ്ട്.
പക്ഷെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഈ സാഹിത്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സംഗതികൾ ആലോചിക്കണം. നമ്മുടെ കരിക്കുലം ആലോചിക്കണം, നമ്മുടെ സിലബസ് ആലോചിക്കണം. നേരത്തെ ദിലീപ് ഇവിടെ സൂചിപ്പിച്ച ആരാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങൾ ഇന്ന കൃതികളാണ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കേണ്ടത് എന്നുള്ള ചോദ്യം ഒക്കെ ഇവിടെ അങ്ങനെയാണ് വരുന്നത്. ഒരു കാനൻ രൂപപ്പെടുന്നുണ്ട്, കാനനൈസേഷൻ ഓഫ് റൈറ്റേഴ്സ്. ഇതെല്ലാം ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ സാഹിത്യം എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അത് സാഹിത്യ അക്കാഡമികൾ എല്ലാം, അത് നൽകുന്ന പുരസ്കാരങ്ങൾ, അത് നൽകുന്ന ഫെലോഷിപ്പുകൾ, ഏതെല്ലാം തരത്തിലുള്ള സ്കോളർഷിപ്പുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സാഹിത്യം പഠിക്കാൻ. ഫുൾ ബ്രൈറ്റ് പോലുള്ള സ്കോളർഷിപ്പുകൾ, ഫോർട്ട് ഫൗണ്ടേഷന്റെ സ്കോളർഷിപ്പുകൾ, ഇതെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സാഹിത്യം എന്നുള്ളത് എങ്ങനെ സ്ഥാപനവൽക്കരിക്കപ്പെടുന്നുവെന്നും എങ്ങനെ അധികാരം അതിനെ നിയന്ത്രിക്കുന്നുവെന്നും മനസ്സിലാക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ധൃത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ആധുനിക ജനാധിപത്യത്തിന്റെ പരിസരത്തിൽ സാഹിത്യത്തിന് കിട്ടുന്ന ഒരു ലൈസൻസ് ഉണ്ട്. കാരണം എന്തും പറയാനും എഴുതാനും പറ്റുന്ന ഒരിടമാണ് സാഹിത്യം എന്നുള്ള ഒരു വസ്തുത നിലനിർത്തിക്കൊണ്ട് സാഹിത്യം എന്ന സ്ഥാപനത്തെ അനുവദിക്കുന്നത് കൊണ്ടാണ് ജനാധിപത്യം പ്രവർത്തനക്ഷമമാകുന്നത് എന്നാണ്. ഒരിക്കൽ കൂടി അത് ആലോചിച്ച് നോക്കൂ. എന്തും വ്യവഹരിക്കാൻ കഴിയുന്ന ഒരു വ്യവഹാരമായി, എന്നാൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ട സർവലൻസ് നടത്തുന്ന ഒരിടമായി സാഹിത്യത്തെ നിലനിർത്തുന്നതുകൊണ്ട് ജനാധിപത്യം പ്രവർത്തനക്ഷമമാകുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ വർത്തമാനകാല അവസ്ഥയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. സാഹിത്യകൃതികൾ, സാഹിത്യകാരന്മാർ എപ്രകാരം നിശബ്ദതയിലേക്ക് നിർബന്ധിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു അവർ എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോ ഇത് ധൃത ഈ പറയുന്ന സംഗതി സാഹിത്യത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആൻഡ് ഹി ഈവൻ ഗോസ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് സെയിങ് വിത്തൗട്ട് ലിറ്ററേച്ചർ ദർ ഇസ് നോ ഡെമോക്രസി. സാഹിത്യമില്ലെങ്കിൽ ജനാധിപത്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് പാഷൻസ് ആൻഡ് ഒബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്ന തന്റെ പ്രശസ്തമായിട്ടുള്ള രചനയിലാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. ധൃതയിൽ ഇത്തരത്തിലുള്ള സ്വീപ്പിംഗ് ജനറലൈസ് സ്റ്റേറ്റ്മെന്റ്സ് വളരെ കുറച്ചേ ഉള്ളൂ. അദ്ദേഹം സാഹിത്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് കൂടുതൽ ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹം ഉപയോഗിക്കാറുള്ളത്. ഈ നമ്മള് ഓണ്ടോളജിക്കലായിട്ടും എപ്പിസ്റ്റമോളജിക്കലായിട്ടും രണ്ട് രീതിയിലും ഏറ്റവും പ്രാഥമികമായി ചോദിക്കുന്ന ചോദ്യം വാട്ട് ഈസ് എന്നാണ്. വാട്ട് ഈസ് ദെയർ, വാട്ട് ഈസ് ഹിയർ ആൻഡ് നൗ തുടങ്ങിയ ചോദ്യങ്ങളാണ് നമ്മൾ ഓണ്ടോളജിക്കലായിട്ടും എപ്പിസ്റ്റമോളജിക്കലായിട്ടും ചോദിക്കുന്നത്. ഈ ചോദ്യം സ്വാഭാവികമായിട്ട്, അതായത് വ്യവഹാരത്തിന്റെ മൗലികമായ സ്വഭാവങ്ങളിലൊന്നായിട്ട് ഈ ചോദ്യം ഉയർത്താനുള്ള ശേഷി സാഹിത്യത്തിനുണ്ട്. ഇതുകൊണ്ടാണ് ധൃത സാഹിത്യത്തെ പ്രിവിലേജ് ചെയ്യാൻ ഉള്ള മറ്റൊരു കാരണം. വാട്ട് ഈസ് എന്നുള്ള ചോദ്യം ഫിലോസഫി ചോദിക്കുന്നത് അതിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളിലേക്ക് അതിനെ നിർബന്ധിച്ചുകൊണ്ടാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഉത്തരങ്ങളെ കുറിച്ച് ഒട്ടുമേ ബോധേഡാവാതെ എന്നാൽ നിലനിൽക്കുന്ന അധികാര ഘടനയെ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായി ഈ വളരെ നൈസർഗികമായി വാട്ട് ഈസ് എന്നുള്ള ചോദ്യം ചോദിക്കുന്ന വഴിയാണ് സാഹിത്യം ധൃതയ്ക്ക് ഇത്രമേൽ പ്രിയങ്കരനാകുന്നത്. ഒപ്പം അദ്ദേഹം നടത്തുന്ന ഒരു നിരീക്ഷണം, അതിൽ നിന്നാണ് അദ്ദേഹം പിന്നീടുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്. ഈ സാഹിത്യ വിമർശനത്തെ കുറിച്ച് അദ്ദേഹം ചിലത് പറയുന്നുണ്ട്. സാഹിത്യം എന്നുള്ളത് പറയുമ്പോൾ സാഹിത്യ വിമർശനത്തെ കുറിച്ച് പറയാതെ വയ്യ. അപ്പോ അദ്ദേഹം പറയുന്ന കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൊരു സംഗതി, ഇത് ഫൂക്കോ മനുഷ്യ ശരീരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യം പോലെയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്ഥാപനവൽക്കരിക്കപ്പെട്ട സാഹിത്യത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് അതിന് അത്രയേറെ പഴമയില്ല, അത്ര പുറകോട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അതൊരു റീസെന്റ് ഹിസ്റ്ററിയാണ്. അതിനു മുമ്പ് നമുക്കറിയാം ഫോക്കിലും എങ്ങനെയൊക്കെ നമ്മളുടെ
വാമൊഴി ആയും അല്ലെങ്കിൽ പറച്ചിലുകളായും ഒക്കെയാണ് സാഹിത്യം പലപ്പോഴും നിലനിന്നിരുന്നത്. എഴുതിയെടുത്തത് തന്നെ സാഹിത്യമെന്ന് ഇന്ന് വിവക്ഷിക്കുന്ന ഒരു റൂബ്രിക്കിനകത്ത് വരണം എന്നുള്ള രീതിയിൽ വ്യവഹരിക്കപ്പെട്ട ഒരു സംഗതിയല്ല. അപ്പൊ ആധുനികവൽക്കരിക്കപ്പെട്ട സ്ഥാപനവൽക്കരിക്കപ്പെട്ട സാഹിത്യം ഒരു റീസെന്റ് ആയിട്ടുള്ള സംഗതിയാണെങ്കിൽ ഈ സാഹിത്യത്തെ നിർമ്മിച്ചെടുത്തതിൽ സാഹിത്യ വിമർശനത്തിന് വലിയ പങ്കുണ്ട്. സാഹിത്യ വിമർശനത്തെ ഉൽപ്പാദിപ്പിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ശരിക്കും സാഹിത്യ വിമർശനം സാഹിത്യത്തെ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് ആഴത്തിൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. അതായത് സാഹിത്യ വിമർശനം എന്നുള്ളത്, സാഹിത്യം അവിടെ ദത്തമായി ഉണ്ട്, ഇനി ഞാൻ അതിനെ വിമർശിക്കാം. അതിൻ്റെ സാഹിത്യ വിമർശനം എന്നുള്ളത് സബ്ജക്റ്റും സാഹിത്യം എന്നുള്ളത് ഓബ്ജക്റ്റും. കാരണം ആ ഓബ്ജക്റ്റിലാണല്ലോ ഞാൻ വിമർശിക്കുന്നത്. പക്ഷേ ഈ ഓബ്ജക്റ്റ് ആ പ്രോസസ്സിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് സാഹിത്യത്തെ കുറിച്ചുള്ള എഴുത്തിൽ നിന്ന് മുക്തമായ ഒരു ശുദ്ധമായ എസെൻസായി സാഹിത്യം എവിടെയോ നിലനിൽപ്പുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ സംഗതി മനസ്സിൽ വെച്ചുകൊണ്ട് ദൃഢ സാഹിത്യ വിമർശനത്തിനെ കുറിച്ച് പറയുന്ന വാചകങ്ങൾ നിങ്ങൾ കേൾക്കുക. The most interesting literary critical texts are those which belong to literature while deforming its limits. ഞാൻ ഒരിക്കൽ കൂടി അത് വായിക്കാം. The most interesting literary critical texts are those which belong to literature while deforming its limits. Its limits എന്ന് പറഞ്ഞാൽ the limits of literature. The strange institution called literature എന്ന് പറയുന്ന ആക്ട്സ് ഓഫ് ലിറ്ററേച്ചറിലെ ഭാഗത്തു നിന്നാണ് ഈ ഉദ്ധരണി വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ഫ്രെയിം എന്ന് പറയുന്ന, ചട്ടക്കൂട് എന്ന് പറയുന്ന എനിക്കൊരു തടസ്സം നേരിട്ടു. ഇപ്പോ am I online? Yes sir. ആണ്, കുഴപ്പമില്ല, പറഞ്ഞോളൂ. പ്രസന്റ് ചെയ്താണ്, ഒന്ന് ശ്രദ്ധിക്കുക, പ്രസന്റ് ബട്ടൺ പ്രസ് ചെയ്യാതിരിക്കുക. കേൾക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞ ഫ്രെയിം എന്ന് പറയുന്ന, ചട്ടക്കൂട് എന്ന് പറയുന്ന സങ്കല്പനം വരുന്നത്, സാഹിത്യം, ഒരു സാഹിത്യകൃതി ഒരു വിമർശകന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു ഓബ്ജക്റ്റ് ആയിട്ടാണ്. അതിന് കൃത്യമായ ഒരു ചട്ടക്കൂടുണ്ട്, അത് ഫ്രെയിം ചെയ്യപ്പെട്ടിരിക്കുന്നു. ദയവീത് എല്ലാവരും മ്യൂട്ട് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം, വല്ലാത്ത നോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോ സാഹിത്യകൃതി ഒരു വിമർശകന്റെ മുമ്പിൽ വരുന്നത് അത് ഒരു ഓബ്ജക്റ്റ് ആയിട്ടാണ്. അത് കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിമിന് അകത്ത് പ്ലേസ് ചെയ്യപ്പെട്ടാണ് വരുന്നത്. സാഹിത്യ വിമർശനം എന്നുള്ളത് ഈ ഫ്രെയിമിന് വെളിയിൽ നിന്നുകൊണ്ട് അതിനെ നോക്കിക്കാണുകയാണ്, വായിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പരമ്പരാഗതമായിട്ടുള്ള സാഹിത്യ വിമർശനത്തിന്റെ വായനാ രീതി എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, അവനിർമ്മാണവാദി ചോദിക്കുന്ന ചോദ്യം, ദൃഢ ചോദിക്കുന്ന ചോദ്യം, ഹൗ അബൌട്ട് ദിസ് ഫ്രെയിം? ഈസ് ദിസ് ഫ്രെയിം ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ്? ഈ ഫ്രെയിം എന്നത് ഈ ഓബ്ജക്റ്റിന്റെ ഭാഗമാണോ അല്ലയോ? കാരണം നിങ്ങൾക്ക് പൂർണ്ണമായും ഓബ്ജക്റ്റിൽ നിന്ന് ഈ ഫ്രെയിമിനെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. ഓബ്ജക്റ്റ് വിൽ കൊളാപ്സ്. So the frame is the one which holds the object within it. So in which case, frame is very much part of the object. പക്ഷേ ഈ അകത്തുള്ള വസ്തുവിന്റെ നിയമങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്ന, അതിനെ മാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സംഗതി കൂടിയാണ് ഈ ഫ്രെയിം എന്ന് പറയുന്നത്. അങ്ങനെ സാഹിത്യ വിമർശനത്തെ നമ്മളൊരു ഫ്രെയിമായിട്ട് കാണുകയാണെങ്കിൽ, സാഹിത്യ വിമർശനം എന്ന ഓബ്ജക്റ്റിനെ നിർമ്മിക്കുന്ന ഒരു ഫ്രെയിമായിട്ട്, ഹോൾഡ് ചെയ്യുന്ന ഒരു ഫ്രെയിമായിട്ട്, സാഹിത്യത്തെ ഹോൾഡ് ചെയ്യുന്ന ഒരു ഫ്രെയിമായിട്ട് ഈ വിമർശനത്തെ കാണുകയാണെങ്കിൽ, ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ ലിറ്ററേച്ചർ ഓർ ഇൻസൈഡ് ദ ലിറ്റററി ടെക്സ്റ്റ് എന്നുള്ളതാണ്. ഇപ്പൊ ദൃഢ പറയുന്നത്, ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ലിറ്റററി ക്രിട്ടിക്കൽ ടെക്സ്റ്റ് ആർ ദോസ് വിച്ച് ബിലോങ് ടു ലിറ്ററേച്ചർ വൈൽ deforming its limits. അപ്പോ ലിറ്ററേച്ചറിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ
സിഗ്നിഫയറിന്റെ അസ്വസ്ഥ ലീല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അനന്തമായ അർത്ഥോൽപാദനത്തിന്റെ ഒരു ലീല ആണ് സാഹിത്യമെങ്കിൽ ഈ ഫ്രെയിമിലേക്ക് സ്പിൽ ഓവർ ചെയ്യാനുള്ള കഴിവ് ലിറ്ററേച്ചറിനുണ്ട്. അപ്പോൾ അതിനെ കീഴടക്കേണ്ട ഒന്നായിട്ടല്ല നമ്മൾ കാണേണ്ടത്. ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് അതിലെ പ്രധാനപ്പെട്ട സംഗതി. യു ഹാവ് ടു ബി ഇൻ ലവ് വിത്ത് ഇറ്റ്. യു ഹാവ് ടു അലോ യുവർ സെൽഫ് ടു ബി സെഡ്യൂസ്ഡ് ബൈ ഇറ്റ്. നിങ്ങൾ അതിനെ അക്രാമകമായിട്ട് ഒരു അക്രമകാരിയെ പോലെ കീഴടക്കുക. അതിന്റെ അർത്ഥം ഞാൻ പിടിച്ചടക്കും, അതിന്റെ പരമമായ അർത്ഥം എനിക്കറിയണം, ഇതാണ് എന്ന് പറഞ്ഞ് അതിനെ നിർവചിക്കുകയല്ല വേണ്ടത്. സാഹിത്യ വിമർശനം ചെയ്യേണ്ടത് ഒരു ഇന്റർഫേസ് വർക്ക് ചെയ്യാണ് വേണ്ടത്. സാഹിത്യ വിമർശനത്തിനെ എപ്രകാരം ഇൻഫോം ചെയ്യുന്നു അതുപോലെ വിമർശനം സാഹിത്യത്തെയും ഇൻഫോം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് പറയാൻ കഴിയുന്ന ഒരു ഉദാഹരണം സൈക്കോ അനാലിസിസ് ആണ്. സൈക്കോ അനാലിസിസിൽ അനാലിസന്റ് ആർക്കാണോ രോഗമുക്തി വേണ്ടത്, രോഗി മനോവിശകലനം നടത്തുന്ന ആളുടെ അടുത്ത് ചെന്ന് ഇരുന്ന് അയാളോട് സംസാരിക്കുന്നു. ആ ഫ്രീ ടോക്കിംഗ് ക്യൂർ എന്നാണല്ലോ പറയുന്നത്. ഒരു ബാധ്യതയുമില്ലാതെ വളരെ ഫ്രീ ആയിട്ട് നടത്തുന്ന ആ സംസാരം വായിച്ചുകൊണ്ട് ഈ രോഗത്തിന്റെ ഹേതുവിലേക്ക് കടക്കുകയാണ് വിശകലനം നടത്തുന്ന ആൾ, സൈക്കോ അനലിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ സൈക്കോ അനലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു അധികാര പ്രരൂപമാണ്, അധികാരത്തിന്റെ ഒരു പ്രരൂപമാണ്. അയാളുടെ അധികാരം, ദ സബ്ജക്ട് പ്രിസ്യൂംഡ് ടു നോ എന്ന് പറയും അതിന്. അതായത് അറിവുള്ള വിഷയെ അറിവില്ലാത്ത വിഷയെ അവിടെ ചികിത്സിക്കുകയാണ്. അപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള വിമർശനത്തിന്റെ മോഡലിൽ ഈ രോഗിയുടെ സ്ഥാനമാണ് സാഹിത്യത്തിന്, ഈ അനലിസ്റ്റിന്റെ സ്ഥാനമാണ് വിമർശകനുള്ളത്. അപ്പോ രോഗചികിത്സയുടെ ഏതോ ഒരു ഘട്ടത്തിൽ രോഗി ഈ ചികിത്സിക്കുന്ന ചികിത്സകനിലേക്ക് അയാളുടെ റിപ്രസ്ഡ് ആയിട്ടുള്ള അയാളുടെ റിപ്രഷൻസ്, അയാളുടെ അൺകോൺഷ്യസ് ട്രാൻസ്ഫറൻസിലൂടെ കൈമാറും എന്നാണ് സൈക്കോ അനാലിസിസ് പറയുന്നത്. ഒരു ട്രാൻസ്ഫറൻസ് നടക്കും അയാളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ട്രാൻസ്ഫറൻസ് നടക്കുമ്പോൾ എനിക്ക് പിടികിട്ടും അയാളുടെ മനസ്സിനെ എനിക്ക് പിടികിട്ടും. ഹി വിൽ ബി ഇൻ മൈ ഗ്രാസ്പ്. അതൊരു അധികാര പ്രകടനമാണ്. അപ്പോ തിരിച്ച് ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ലക്കാൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഇഫ് ദർ ഈസ് ട്രാൻസ്ഫറൻസ്, ദർ ഈസ് ഓൾസോ കൗണ്ടർ ട്രാൻസ്ഫറൻസ്. അപ്പോൾ ഈ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്ന ഒരു വൺ വേ സംഗതി അല്ല. ഇത് കേട്ടോണ്ടിരിക്കുന്ന ചികിത്സകൻ അയാളുടെ റിപ്രഷൻസിനെ, അയാളുടെ അബോധത്തെ ഒരുപക്ഷെ രോഗിയിലേക്ക് പ്രക്ഷേപിക്കാനും സാധ്യതയില്ലേ എന്നാണ് ചോദ്യം. ഇത് വരുന്നതോടുകൂടി സൈക്കോ അനാലിസിസിന്റെ അധികാര ഘടന പൊളിഞ്ഞുകൊണ്ട് അവിടെ പുതിയൊരു ജനാധിപത്യം രൂപപ്പെടുകയാണ്, രോഗിയും ചികിത്സകനും തമ്മിൽ. അതുപോലെയുള്ള ഒരു ജനാധിപത്യമാണ് ദെറിദ ലിറ്ററേച്ചർ വായിക്കുന്ന നിരൂപകനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. എല്ലാ നിരൂപകന്മാരും അതാണോ എന്ന് അറിയില്ല. അപ്പോൾ ആക്രമിച്ചുള്ള കീഴടക്കലല്ല ഒരു വിമർശകന് വേണ്ടത്, മറിച്ച് സാഹിത്യത്തിന്റെ ധ്വനനശേഷിക്ക് മുമ്പിൽ സറണ്ടർ ആവുകയാണ് ഒരു വിമർശകൻ വേണ്ടത്. E.M. ഫോസ്റ്ററാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ വാചകം പറഞ്ഞിരിക്കുന്നത്. വിമർശകനെ കുറിച്ച് E.M. ഫോസ്റ്റർ ആസ്പെക്ട്സ് ഓഫ് നോവലിൽ പറഞ്ഞിരിക്കുന്നത് വോളണ്ടറി സറണ്ടർ ടു ഇൻഫെക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഇൻഫെക്ഷൻ എന്ന വാക്ക് നോക്കൂ, എങ്ങനെയൊക്കെ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളത് നമ്മൾ ഇന്നലെ സംസാരിച്ചതാണത്. വോളണ്ടറി സറണ്ടർ ടു ഇൻഫെക്ഷൻ എന്നാണ് E.M. ഫോസ്റ്റർ വിമർശകനെ കുറിച്ച് പറഞ്ഞത്. അപ്പോ ഈ ഒരു കൃതിയുടെ മുകളിൽ അധികാരം ഉറപ്പിക്കുന്ന വിമർശകന് സംഭവിക്കുന്ന അന്ധതയെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ദരിദ്ര അപ്പോറിയ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോറിയ പലരും ബ്ലൈൻഡ്നെസ് എന്നാണ് അതിനെ പലപ്പോഴും, അന്ധത എന്നാണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് ശരിയല്ല. ശരിക്കും പറഞ്ഞാൽ അപ്പോറിയ ദരിദ്ര തന്നെ വിശേഷിപ്പിക്കുന്നത് ഇറ്റ്സ് എ നോൺ റോഡ് എന്നാണ്. NON- റോഡ്, നോൺ റോഡ് എന്നാണ് ദരിദ്ര തന്നെ വിശേഷിപ്പിക്കുന്നത്. ഇനി അങ്ങോട്ട് വഴിയില്ല എന്നുള്ളതാണ്.
വഴിയെ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ തന്നെ ലോജിക്ക്, നമ്മൾ ഏത് ലോജിക്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു ആ ലോജിക്ക് നമുക്ക് തന്നെ ബാധ്യതയായി വന്ന് നമ്മളെ ഒരു കെടുതിയിൽപ്പെടുത്തുന്നു. ദർ ഇസ് നോ വേ ഔട്ട്. അതിനാണ് അപ്പോറിയ എന്ന് പറയുന്നത്. ഈ അപ്പോറിയ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. അപ്പൊ വിമർശകൻ തൻ്റെ അധികാരം, തൻ്റെ ശേഷി, തൻ്റെ നിരീക്ഷണ പാഠവും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി കൃതിയെ കീഴടക്കുന്നു എന്ന് പറയുന്ന മുഹൂർത്തങ്ങളിൽ ഈ വിമർശകന് സംഭവിക്കുന്ന ഒരു കെടുതിയാണ് അപ്പോറിയ എന്നുള്ളത്. അത് ഏത് വായനക്കാരനും സംഭവിക്കുന്ന ഒരു കെടുതിയാണ് അപ്പോറിയ എന്ന് പറയുന്നത്. ഇത് പിന്നെ സാഹിത്യ വിദ്യാർത്ഥികൾ ഇവിടെ ഏറെയുണ്ട്. ബാക്കിയുള്ളവർക്കും ഇത് ആവശ്യമുള്ളൊരു സംഗതി ആയതുകൊണ്ടാണ് ഇത്ര വിശദീകരിച്ചു പോകുന്നത്. കാരണം നമ്മൾ എങ്ങനെയാണ് ഡീകൺസ്ട്രക്ഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മൾ പ്രധാനമായും ചോദിക്കുന്നത്. അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള അല്ല, എങ്ങനെയാണ് ഡീകൺസ്ട്രക്ഷൻ പുതിയൊരു വായനാ സംസ്കാരം നിർമ്മിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സാഹിത്യത്തെ നമ്മൾ ഇതുവരെ നോക്കിക്കാണുന്നത് പോലെ അല്ല ഡീകൺസ്ട്രക്ഷൻ സാഹിത്യത്തെ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അത് എന്താ പറയുക, ധ്വന്യാലോകത്തിലെ ധ്വനി കണ്ടെത്തുന്ന പോലത്തെ പരിപാടിയല്ല. മറിച്ച് ചെറിയ ചെറിയ സൂചനകളിൽ പോലും നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മളുടെ വായനയെ സ്വയം എപ്പോഴും സെൽഫ് റിഫ്ലെക്സീവായിട്ട് നോക്കിക്കണ്ടുകൊണ്ട് കൃതിയും നമ്മളും തമ്മിലുണ്ടാകുന്ന ഒരു ഇന്റർഫെയിൻസ്, ഒരു പെർഫോമൻസ് ആണത്. അങ്ങനെയുള്ള എഴുത്തിലേക്ക് വേണം, അങ്ങനെയുള്ള നിരീക്ഷണങ്ങളിലേക്ക് വേണം വായന വികസിക്കേണ്ടത്. ഇത് വ്യക്തമാക്കാൻ ചെറിയ ഒരു ഉദാഹരണം, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മലയാളത്തിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആധുനികത എന്ന നമ്മളെ വിശേഷിപ്പിക്കുന്ന കാലഘട്ടത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള നമ്മുടെ വിമർശകൻ അപ്പൻ മാഷായിരുന്നു, KP അപ്പനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിനെ കുറിച്ച് വളരെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ്. ഞാൻ ഇതിനെക്കുറിച്ച് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പണ്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ചുരുക്കം ചില കാര്യങ്ങൾ പറയാം. അദ്ദേഹം ഒരു ലേഖനത്തിൽ എഴുതിയത് ഭാവിയിലേക്കുള്ള ദത്തെടുപ്പ് എന്നാണ് ആ ലേഖനത്തിന്റെ ടൈറ്റിൽ, KP അപ്പന്റെ. അപ്പൊ അദ്ദേഹം ഭാവിയിലേക്ക് അദ്ദേഹം ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന എഴുത്തുകാരെ ഐഡന്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത് ആ ലേഖനത്തിൽ. അദ്ദേഹത്തിന്റെ ദത്തെടുപ്പ് നിന്നും തള്ളപ്പെടുന്ന എഴുത്തുകാർക്കൊന്നും ഭാവിയില്ല എന്നുള്ളതാണ് അതിന്റെ വിവക്ഷ. അപ്പോൾ അദ്ദേഹം കൃത്യമായ ഒരു പാരമ്പര്യം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് എഴുത്തുകാരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരെ ഞാൻ ഭാവിയിലേക്ക് ദത്തെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനൊരു പാരമ്പര്യം നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഈ KP അപ്പന്റെ നാമം പ്രതീകാത്മകമാകുന്നുണ്ട്. അദ്ദേഹം ഒരു പിതൃരൂപത്തിലേക്ക് സ്വയം പരിണമിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ദത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഭാവിയിലേക്കുള്ളത്. അങ്ങനെ ദത്തെടുത്തിട്ടുള്ള അപ്പൻ മാഷ് പേനയുടെ സമരമുഖങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ എഴുത്തിൽ, വിമർശനാത്മകമായ എഴുത്തിൽ അദ്ദേഹം എഴുതുന്നു, വിമർശനത്തെക്കുറിച്ച് എഴുതുന്നു. വിമർശകൻ എപ്പോഴും ബുദ്ധിപരമായ മേധാവിത്വത്തിന്റെ സ്വരം പ്രകടിപ്പിക്കുന്നു. നമ്മൾ ഇതുവരെ പറഞ്ഞ വിമർശകന്റെ എന്താണ് വിമർശകൻ, എന്താവരുത് വിമർശകൻ എന്ന അപനിർമ്മാണവാദികളോ ധൃതയോ പറയുന്നു. അതിന്റെ നേരെ വിരുദ്ധ ധ്രുവത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കേൾക്കുന്നത്. ബുദ്ധിപരമായ മേധാവിത്വത്തിന്റെ സ്വരം അയാൾ പ്രകടിപ്പിക്കുന്നു. കായിക ശക്തിയെ ഓർമ്മിപ്പിക്കുന്ന ബലിഷ്ഠമായ നിരീക്ഷണങ്ങളുടെ സഹായത്തോടെ തൻ്റെ മുമ്പിൽ പ്രകോപനത്തോടെ നിൽക്കുന്ന കലാസൃഷ്ടികളെ അയാൾ കീഴ്പ്പെടുത്തുന്നു. നോക്കൂ, എന്തൊരു വയലൻസിന്റെ മെറ്റഫറാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഈ സ്വഭാവങ്ങളും ശക്തമായ വിധി നിഷേധങ്ങളും അയാളുടെ വായനയ്ക്ക് പുരുഷ പ്രകൃതി നൽകുന്നു. സാഹിത്യ വിമർശനം അടിസ്ഥാനപരമായി പുരുഷ പ്രകൃതിയുടെ കലയാണ്. അത് പുരുഷ സ്വഭാവത്തെയാണ് ധ്വനിപ്പിക്കുന്നത്. ചിന്തയെയും ഭാഷയെയും കായിക ശക്തിയുടെ തലങ്ങളിലേക്ക് ഉയർത്തുന്ന ഈ സാഹിത്യ രീതി യഥാർത്ഥത്തിൽ പുല്ലിംഗത്തിന്റെ കലയാണ്. ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ പ്രഭുത്വം എപ്പോഴും വിമർശന കലയിലുണ്ട്. അപ്പൊ അത് പുരുഷ പ്രകൃതിയാണ്. ഇറ്റ് ഈസ് വയലന്റ്, ഇറ്റ് കമ്മിറ്റ്സ് വയലൻസ് ഓൺ ദ ടെക്സ്റ്റ്. അത് പാഠത്തെ കീഴ്പ്പെടുത്തുന്നു. അത് പുരുഷന്റെ കലയാണ്, പുല്ലിംഗത്തിന്റെ കലയാണ്. അത് എപ്പോഴും സ്വതന്ത്രനായ ഒരു വിമർശകന്റെ
ഒരു പ്രഭുത്വത്തെ, ആ കർത്തൃത്വത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സംഗതിയാണ്. സാഹിത്യ വിമർശനം പുരുഷോചിതമായ ലക്ഷണങ്ങൾ ആവശ്യപ്പെടുന്ന കലയാണെന്ന് സാഹിത്യ വിമർശകർ പറയാറില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. സാഹിത്യ വിമർശനം പുരുഷോചിതമായ ലക്ഷണങ്ങൾ ആവശ്യപ്പെടുന്ന കലയാണെന്ന് സാഹിത്യ വിമർശകർ പറയാറില്ല. അത് പുരുഷ ലക്ഷണം പ്രകടിപ്പിക്കുന്ന കലയാണതിന്റെ പരോക്ഷമായ തെളിവാണ്. ഇവിടെയാണ് ഒരു യുക്തി കടന്നു വരുന്നത്. സാഹിത്യ വിമർശനം പുരുഷന്റെ കലയാണെന്ന് ഒരിക്കലും സാഹിത്യ വിമർശകർ പറയുന്നില്ല. ഈ മൗനം തന്നെയാണ് അതിന്റെ ഉണ്മ. സാഹിത്യ വിമർശനം പുരുഷന്റെ കലയാണെന്നുള്ളതിന്റെ തെളിവ് അത് അങ്ങനെയാണെന്ന് പുരുഷൻ പറയാത്തതാണ്. പുരുഷ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പുരുഷൻ ചിന്തിക്കാത്തത് സുപ്രധാനമായ ഒരു പുരുഷ ലക്ഷണം ആയിരിക്കുന്നത് പോലെ വിമർശന കല പുരുഷന്റെ കലയാണെന്ന കാഴ്ചപ്പാട് പുരുഷ വിമർശകർ പ്രകടിപ്പിക്കാത്തത് തന്നെ അത് പുരുഷ കലയാണതിന്റെ സ്വാഭാവികമായ തെളിവാണ്. ഇതാണ് യുക്തി. ഇതിലൊരു അപ്പോറിയം ഉണ്ടോ? ഈ യുക്തി തന്നെ ഈ യുക്തി അവതരിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഇതിനെക്കുറിച്ച് എഴുതിയ കുറിപ്പിൽ ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത് പുരുഷന്റെ കലയാണെന്ന് പുരുഷൻ പറയാത്തതാണ് പുരുഷ ലക്ഷണത്തിന്റെ തെളിവ്. അങ്ങനെയാണെങ്കിൽ ഇത് പറയാനായി ഒരു ലേഖനം തന്നെ എഴുതുന്ന അപ്പൻ സ്ത്രീയോ പുരുഷനോ എന്നുള്ളതാണ് ചോദ്യം. മൗനം എന്നുള്ളതാണ് തെളിവ്, ഇതിന്റെ ഉണ്മ. അതിന്റെ കർത്തൃത്വം അങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത്. പക്ഷെ ഇത് പറയാനായിട്ടൊരു ലേഖനം തന്നെ എഴുതി ഇത് വിശദീകരിക്കുമ്പോൾ അപ്പന് നഷ്ടമാകുന്നത് അദ്ദേഹത്തിന്റെ പുല്ലിംഗത്തിന്റെ അധികാര സ്വഭാവമാണ്, പിടിയാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതോടൊപ്പം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന്റെ നാമം കൂടിയാണ്, ഫാദർ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ അതാണ് ഇതിലെ അപ്പോറിയ എന്ന് പറയുന്നത്. ഒരു യുക്തി നമ്മൾ പ്രയോഗിക്കുമ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കാത്ത ഒരിടത്ത് നമ്മൾ പെടുകയാണ് ചെയ്യുന്നത്. അത് ഈ യുക്തിയെ തന്നെ അവതർമ്മിച്ചു തുടങ്ങും. ഇത് അപ്പോറിയ എന്താണ് എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമുക്കിന്ന് എത്ര മണി വരെ പോകാം ദിലീപ്? ഒമ്പത് 10. അത് ചർച്ച അടക്കാണ്. അപ്പൊ നമുക്കൊരു അപ്പൊ നമ്മള് ഇടയ്ക്ക് എവിടെയോ നിർത്തേണ്ടി വരും. ഒരു 8:30 നിർത്തേണ്ടി വരും അല്ലെ? 8:45 നിർത്തും. 8:45. ശരി. രാഷ്ട്രീയം ദിലീപ് ഇന്നലെ സൂചിപ്പിച്ച പോലെ ലേറ്റർ ധൃതയുടെ ചില കൺസേൺസിലേക്ക് നമുക്കിന്ന് പോകണമെന്ന് ഉണ്ട്. അതിനകത്ത് ഒരുപാട് സംഗതികളുണ്ട്. അപ്പോ അത്തരം ധൃതിനായിട്ടുള്ള കൺസേൺസിലേക്ക് പോകാനുള്ള ഒരു മാർഗം, ആ മാർഗത്തോട് ആ സെഗ്മെന്റോട് കൂടി നമ്മൾ ഈ ലിറ്ററേച്ചർ ക്ലോസ് ചെയ്യുകയാണ്. പക്ഷെ അത് തരക്കേടില്ലാത്ത ഒരു ബ്രിഡ്ജാണ് എന്ന് ഞാൻ കരുതുന്നു. ധൃതിയൻ രാഷ്ട്രീയത്തിലേക്ക്, എത്തിക്സിലേക്ക് പോകാനുള്ള ഒരു വഴി കാഫ്കയുടെ ഗംഭീരമായിട്ടുള്ള ഒരു പാരബിൾ, അത് എനിക്കൊന്ന് ട്രയലിൽ തന്നെ വരുന്ന, കാഫ്കയുടെ ട്രയൽ എന്ന നോവലിൽ തന്നെ വരുന്ന ഒരു പാരബിളാണ്. ബിഫോർ ദ ലോ എന്നാണ് ആ പാരബിളിന്റെ ടൈറ്റിൽ. ഇത് ധൃത അതേ പേരിൽ തന്നെ ആക്ട്സ് ഓഫ് ലിറ്ററേച്ചറിലുണ്ട്. ആ ധൃതയുടെ വായന ഗംഭീരമായ കഥയാണ്, അതുപോലെ തന്നെ ഗംഭീരമായ ഒരു വായന കൂടിയാണ് ധൃതയുടെ. ഈ കഥയുടെ വായനയിലൂടെ നമുക്കൊരു പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അധികാരം, രാഷ്ട്രീയം തുടങ്ങിയ കാര്യങ്ങളിലെ കുറച്ചുകൂടി വ്യക്തമായിട്ട് ധൃത കടക്കുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ ഈ വായനയിലുണ്ട്. നിങ്ങളിൽ എത്ര പേര് ആ കഥ വായിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. വളരെ ചെറിയൊരു പാരബിളാണ് ബിഫോർ ദ ലോ എന്ന് പറയുന്നത്. അതിനെ ഞാൻ ഏറ്റവും വികലമായിട്ട് സംക്ഷിപ്തമായിട്ട് പറയാം. കാര്യം അതിന്റെ പ്രൊഫണ്ടിറ്റി ഒരിക്കലും എനിക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, വായിക്കാൻ നമുക്ക് സമയവുമില്ല. ഒരാൾ ഒരു സ്ഥലത്തേക്ക് വരുന്നു. അയാൾ വരുന്നത് കാവൽക്കാരനാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു കെട്ടിടത്തിന് മുമ്പിലാണ് അയാൾ വരുന്നത്. ഗേറ്റ് കീപ്പർ. അയാൾ പറയുന്നത്, എനിക്ക് ഉള്ളിലേക്ക് പോകണം, എനിക്ക് നിയമത്തിലേക്ക് പ്രവേശനം വേണം. അയാൾ കാണാൻ വരുന്നത്
നിയമത്തെയാണ്. ലോ വിത്ത് ക്യാപിറ്റൽ എൽ. ഹി വാണ്ട്സ് ആക്സസ് ടു ദ ലോ. ഈ ഡോർ കീപ്പർ പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, സമയമായിട്ടില്ല. സോ അയാൾ വെയിറ്റ് ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം അയാള് ഗേറ്റ് കീപ്പറിനെ അപ്രോച്ച് ചെയ്യുന്നു. അപ്പോഴും അതേ മറുപടിയാണ് കിട്ടുന്നത്. ഈ ഡെഫർമെന്റിലൂടെ, ഈ ഡെഫറിങ്ങിലൂടെ, ഈ ഡിലേയിങ്ങിലൂടെ ഇയാള് അക്ഷമനാകുന്നുണ്ട്, അസ്വസ്ഥനാകുന്നുണ്ട്. ഇയാള് ഗേറ്റ് കീപ്പറിനെ മറികടന്ന് നോക്കുമ്പോൾ ഉള്ളിലൊക്കെ വേറെ ഗേറ്റ് കീപ്പേഴ്സ് കാണാം. ഈ ഗേറ്റ് കീപ്പർ പറയുന്നത്, നിങ്ങൾ ചിലപ്പോ, എനിക്ക് വലിയ ശക്തിയൊന്നുമില്ല, നിങ്ങൾ എന്നെ തള്ളി മാറ്റിയിട്ട് ഉള്ളിലേക്ക് പോകണമെങ്കിലും അവിടെ ഉള്ളവർ എന്നെക്കാളും ഭയങ്കരന്മാരാണ്, കായിക ശേഷിയുള്ളവരാണ്. അതിൽ ഒരാളെ കാണുമ്പോൾ തന്നെ എനിക്ക് തന്നെ പേടി വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം, ഗേറ്റൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. പക്ഷേ ഇയാൾ പോകുന്നില്ല. ഇയാൾ ഈ ഗേറ്റ് കീപ്പറിനാൽ തടയപ്പെട്ട് ഇയാൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അയാൾക്ക് കാണേണ്ടത് നിയമത്തെയാണ്. വർഷങ്ങൾ കഴിയുന്നു. ഈ നാടകം എന്നും ആവർത്തിക്കപ്പെടുന്നു. അങ്ങനെ അവസാനം അയാൾക്ക് എഴുന്നേൽച്ച് നിൽക്കാൻ പോലും വയ്യാത്ത വിധത്തിൽ അയാള് വയസ്സനായി തീരുമ്പോൾ, അയാളുടെ മരണം ഉറപ്പാകുമ്പോൾ അയാള് ഈ ഗേറ്റ് കീപ്പറിനോട് വന്ന് ചോദിക്കുന്നു പോകാൻ. അപ്പോൾ ഗേറ്റ് കീപ്പറിന് മനസ്സിലാകുന്നു ഇയാളുടെ മരണം അടുത്തിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ അയാള് പറയുന്നത്, അയാളോട് ഈ വൃദ്ധനായ ആള് ചോദിക്കുന്നത്, ഞാൻ ഇത്രയും ദിവസം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടും മറ്റാരും നിയമത്തിന്റെ അടുത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ മാത്രമാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. എന്നെയാണെങ്കിൽ നിങ്ങൾ അകത്തേക്ക് വിടുന്നുമില്ല. എനിക്ക് മാത്രം കാണേണ്ട ഒരു സംഗതിയാണോ നിയമം എന്നത്? അപ്പൊ ഗേറ്റ് കീപ്പർ പറയുന്നു, അത് നിന്റെ വായനയുടെ അന്ധതയാണ്, നിന്റെ മനസ്സിലാക്കുന്നതിൽ ഉണ്ടായ അന്ധതയാണ്. കാരണം this entry is meant only for you. നിനക്കായി മാത്രം തുറന്നു വെച്ചിരിക്കുന്ന വാതിലാണത്. പക്ഷെ അയാളുടെ മരണം ഉറപ്പായിരിക്കുന്നു. ഇപ്പോൾ നിന്റെ മുമ്പിൽ ഇത് ഞാൻ എന്നേക്കുമായി അടയ്ക്കുന്നു. അവിടെ കഥ തീരുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള, പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു പാരബിളാണ്. മറ്റ് ആളുകളൊന്നും ഈ വഴി വരാൻ വിധിക്കപ്പെട്ടവരല്ല. ഈ വഴി വരാൻ വിധിക്കപ്പെട്ട ഒരേ ഒരാൾ നീയാണ്. പക്ഷെ ഇപ്പോൾ അന്തിമമായി നിന്റെ മുമ്പിലേക്ക് ഇതുവരെ തുറന്നിട്ട ഈ വാതിൽ, ഈ ഗേറ്റ് ഞാൻ അടയ്ക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ അടച്ച് അത് ക്ലോസ് ചെയ്യുകയാണ്. അയാളുടെ മരണത്തിലാണത് അവസാനിപ്പിക്കുന്നത്. അപ്പോ ഈ കഥ എന്താണ് നമ്മളോട് പറയുന്നത്? ഇത് പൂർണ്ണമായും ധൃതയുടെ വായനയല്ല ഞാൻ ഫോളോ ചെയ്യുന്നത്. ധൃതയുടെ ഈ ബിഫോർ ദ ലോയെ കുറിച്ചുള്ള ടെക്സ്റ്റ് നിരവധി തവണ ഞാൻ വായിച്ചിട്ടുണ്ട്, കഥയോടൊപ്പം വായിച്ചിട്ടുണ്ട്. കാര്യം പിന്നെയും പിന്നെയും ആവർത്തിച്ച് വായിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ടെക്സ്റ്റാണ്. ഇപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ധൃതയുടെ വായനയിലൂടെ ഞാൻ വായിച്ച ബിഫോർ ദ ലോയും കൂടി പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അത് ധൃതയിലേക്ക് മാത്രം ഉള്ളൊരു സംഗതിയല്ല. മൈ റീഡിങ് ത്രൂ ഡെറിഡാസ് റീഡിങ് ഓഫ് കാഫ്ക, മറ്റനേകം ആളുകളുടെ ഗംഭീരമായിട്ടുള്ള വായനകൾ, റോഡോൾഫ് ഗാൾസിന്റെ ഒക്കെ ഗംഭീരമായിട്ടുള്ള വായനകൾ ഇതിനകത്തുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പല വായനകളുടെ ലെൻസിലൂടെ കടന്നുപോയ എൻ്റെ ഒരു അനുഭവം ആണ്. അതിലൂടെ കിട്ടിയ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ബിഫോർ ദ ലോയിൽ ദെറിദ ഒരു ഡൈഗ്രഷൻ നടത്തുന്നുണ്ട്. ബിഫോർ ദ ലോ എന്ന കാഫ്കയുടെ പാരബിളിന്റെ ദെറിദിയൻ വായനയുടെ ടൈറ്റിലും ബിഫോർ ദ ലോ ആണ്. അതിനകത്ത് ദെറിദ നടത്തുന്ന ചെറിയൊരു ഡൈഗ്രഷൻ ഉണ്ട്. ആ ഡൈഗ്രഷൻ എന്താണെന്ന് വെച്ചാൽ, ടോറ്റം ആൻഡ് ടാബു എന്ന് പറയുന്ന ഫ്രോയിഡിന്റെ രചനയിൽ, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ രചനയിൽ ഫ്രോയിഡ് പറയുന്നത് നിയമമില്ലായിരുന്നു, മൊറാലിറ്റി ഇല്ലായിരുന്നു, എവറിത്തിങ് വാസ് പെർമിറ്റഡ്. അങ്ങനെയുള്ള ഒരു കാലത്തിൽ സ്വന്തം പിതാവിനെ കൊന്ന പുത്രന്മാർക്ക് തോന്നിയ
പശ്ചാത്താപം, കുറ്റബോധം ഒക്കെയാണ് പിതൃഹത്യ ടാബുവാണ് എന്ന നിയമം അങ്ങനെയാണ് നിലവിൽ വന്നത്. അത് നിയമത്തിന്റെ ആവിർഭാവമാണ്. ഇങ്ങനെയാണ് ലോകത്തിലെ നിയമം എന്ന് പറയുന്നത് ഒരു ഗോത്ര തലത്തിൽ ഇൻസെസ്റ്റ് പ്രോഹിബിറ്റ് ചെയ്തുകൊണ്ടും പിതൃഹത്യ പ്രോഹിബിറ്റ് ചെയ്തുകൊണ്ടുമാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോ പിതാവിനെ കൊന്ന പുത്രന്മാർക്ക് പിന്നീട് തോന്നിയ മനസ്താപം, കുറ്റബോധം, അതിൽ നിന്ന് അവർ തീരുമാനിക്കുന്നു പിതൃഹത്യ പാപമാണ്. അപ്പൊ പാപം എന്ന സങ്കല്പം പ്രോഹിബിഷൻ വരുന്നതോടുകൂടി നിയമം ഉറപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ദരിത പരന്തറ്റിക്കലായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിയമം, ഇഫ് ലോ ഈസ് നോട്ട് ഓൾറെഡി ഇൻ പ്ലേസ്, ഹൗ ഡസ് ദി സൺ ഫീൽ കൺട്രൈറ്റ്? ഹൗ ഡസ് ഹി ഫീൽ ഗിൽറ്റി അബൌട്ട് ദ ഹോൾ തിങ്? നിയമമില്ലാത്ത, നിയമത്തിന്റെ അഭാവത്തിൽ എങ്ങനെയാണ് പുത്രന് പിതാവിനെ കൊന്നതിൽ മനസ്താപം ഉണ്ടായത് അല്ലെങ്കിൽ കുറ്റബോധം ഉണ്ടായത്? അതുകൊണ്ട് ദരിത പറയുന്നത് the law is always already in place എന്നാണ്. നിയമത്തെ ഒരു ഒറിജിനലിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയില്ല. ഇറ്റ് ഈസ് ഓൾവേസ് ഓൾറെഡി ദെയർ. ഈ അപ്പോറിയാണ് ഫ്രോയിഡിൽ സംഭവിക്കുന്നത്. അപ്പൊ ഒരു നിയമത്തിന്റെ അഭാവത്തിൽ ഒരിക്കലും പുത്രന് പശ്ചാത്താപം തോന്നേണ്ട കാര്യമില്ല, കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. ഇത് രണ്ടും തോന്നിയത് കാണിക്കുന്നത് തന്നെ ദ ലോ മസ്റ്റ് ബി ഓൾവേസ് ഓൾറെഡി ഇൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിതൃഹത്യ എന്നുള്ള ഇവന്റിന് ഒരു യുണീക്ക് ഇവന്റിന്റെ സ്വഭാവം നഷ്ടപ്പെടുന്നു. അത് ഇറ്റ് ജസ്റ്റ് ബിക്കംസ് എ ഹാപ്പനിങ്. അതൊരു യുണീക്ക് ഇവന്റ് ആകുന്നത് ആ ഇവന്റ് കൊണ്ട് എന്തോ ഒന്ന് സംഭവിക്കുമ്പോഴാണ്. പക്ഷെ ആ സംഭവിച്ചത് അതിന് മുമ്പ് തന്നെ നിലനിൽക്കുന്നതാണെങ്കിൽ ഈ ഇവന്റിന് പ്രത്യേകതയില്ലാതെ വരും. അപ്പോ ഇത് വായിച്ചുകൊണ്ട് ദരിത പറയുന്നത് സോ ലോ മസ്റ്റ് ബി ഓൾവേസ് ഇൻ പ്ലേസ് എന്നുള്ളതാണ്. അപ്പോ ഓൾവേസ് ഓൾറെഡി എന്നൊരു കാലികതയിലാണ് നിയമം നിലനിൽക്കുന്നത്. ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ആശയമാണ്. ഇത് പരമാവധി വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കാം. നമുക്കറിയാം ഒരുപാട് നിയമങ്ങളുണ്ട്, എഴുതപ്പെട്ട നിയമങ്ങളുണ്ട്. എഴുതപ്പെട്ട നിയമങ്ങൾ മുഴുവൻ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന് മുകളിലാണ് നമ്മൾ വ്യവഹാരങ്ങൾ നടത്തുന്നത്. നിയമനിർമ്മാണം നടത്തുന്നത് പാർലമെന്റാണ്. അല്ലെങ്കിൽ നമ്മുടെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സഭകളിലാണ് നിയമനിർമ്മാണം നടക്കുന്നത്. ഈ കോടതികളിലെ വ്യവഹാരത്തിൽ നിയമം വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്, ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനനുസരിച്ച് ശിക്ഷ നടപ്പാക്കപ്പെടുന്നുണ്ട്. ആളുകളെ നിരപരാധികൾ എന്ന് കണ്ട് വിട്ടയക്കുന്നുണ്ട്. ഒരു ജുഡീഷ്യറി ആക്റ്റീവാണ്. നമ്മുടെ നിയമനിർമ്മാണം ആക്റ്റീവാണ്. പക്ഷേ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ലോ വിത്ത് എ ക്യാപിറ്റൽ എൽ ഈ നിയമമല്ല. ഈ നിയമങ്ങൾക്കെല്ലാം ആധാരമായ നിയമം എന്ന പ്യുവർ കൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തിനു നമ്മൾ നിയമനിർമ്മാണം നടത്തണം? എന്തിനു നിയമങ്ങൾ ഉണ്ടാവണം? അപ്പൊ നിയമത്തിന് വേണ്ട ഒരു ഡിസയർ ഉണ്ട് എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനിലും. ദർ ഇസ് ഡിസയർ ഫോർ ലോ. ഈ ലോ, അതിനെ നമ്മൾ ലോ ഓഫ് ലോ എന്നാണ് പറയുന്നത്, വിത്ത് എ ക്യാപിറ്റൽ എൽ. ദ ഡിസയർ കോൾഡ് ലോ. ആ ലോയ്ക്ക് ഒരു ലിഖിത രൂപമില്ല. അതിനെ നിങ്ങൾക്ക് എളുപ്പം വായിക്കാൻ പറ്റില്ല. ദരിത പറയുന്ന ഒരു ആർക്കി റൈറ്റിംഗ് ആണത്. അതായത് എല്ലാ വ്യവഹാരങ്ങൾക്കും പുറകിൽ നിൽക്കുന്ന ഒരു ആർക്കി റൈറ്റിംഗ്, എല്ലാ വ്യവഹാരങ്ങളെയും ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു നോൺ പ്രിൻസിപ്പിൾ ആയിട്ട്, ഒരു അബ്സല്യൂട്ട് ഓൾട്ടറിറ്റി ആയിട്ട് നമുക്ക് ഈ നിയമത്തെ കാണേണ്ടി വരും. ആ നിയമത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ദിസ് ലോ വിത്ത് എ ക്യാപിറ്റൽ ലോ makes possible all other laws and legislations, but at the same time it makes impossible its own continuance, because your access to it is always already denied. വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു സംഗതിയാണിത്. ഈ ലോയാണ് ദരിത പറയുന്നത് must be already there in place, അല്ലെങ്കിൽ
ഈ പിതൃഹത്യ നടത്തിയ പുത്രന്മാർക്ക് മനസ്താപം ഉണ്ടാകാൻ വഴിയില്ല എന്നുള്ളത്. നമ്മുടെ നിയമങ്ങൾ മുഴുവനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നിയമം എന്നൊരു സംഗതി വേണമെന്നുള്ള തോന്നലിൽ നിന്ന്. ആ നിയമത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ നിയമമാണ് നമുക്ക് ആക്സസ് ഡിനൈ ചെയ്യുന്നത്. കാരണം അതിനെ തൊട്ടറിയാനോ കണ്ടറിയാനോ വായിച്ചറിയാനോ അതിനെ പൊസസ് ചെയ്യാനോ ഓൺ ചെയ്യാനോ എക്സ്പ്ലിക്കേറ്റ് ചെയ്യാനോ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ഇതാണ് കാഫ്കയുടെ കഥയിൽ സംഭവിക്കുന്നത്. കാഫ്കയുടെ കഥ ഇതാണ് പറയുന്നത്. ഈ നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ നിയമത്തിന്റെ അനുഭവം സിംഗുലർ ആണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നമുക്ക് ഒരു അപ്രാപ്യമായ ഈ നിയമം വിത്ത് എ ക്യാപിറ്റൽ എൽ, അത് അതിന്റെ എക്സ്പീരിയൻസ്, അത് നമുക്ക് തരുന്ന എക്സ്പീരിയൻസ് അത് സിംഗുലാരിറ്റിയാണ്. അത് എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഓരോ എന്നിലേക്കുമാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിയമങ്ങൾ, നിയമവ്യവസ്ഥ, IPC എന്നുള്ളത് എല്ലാവർക്കുമായുള്ളതാണ്. പക്ഷേ നിയമത്തിന്റെ ഈ ശുദ്ധവും അന്യവുമായ നിയമം എന്ന ഈ എൻറ്റിറ്റി, അത് എന്നെ മാത്രമാണ് അത് ബാധിക്കുക. അത് എന്നെയാണ് അഭിസംബോധന ചെയ്യുക. എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് അത് നിയമസംഹിതയിലേക്ക് എന്നെ പ്രവേശിപ്പിക്കാൻ അത് എന്നെ പ്രവേശിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കാവൽക്കാരൻ എന്തു പറയുന്നത്? ദിസ് ഗേറ്റ് ഈസ് മെന്റ് ഓൺലി ഫോർ യു and now I am going to shut it എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള നിയമത്തെക്കുറിച്ചുള്ള റാഡിക്കലൈസ് ചെയ്യപ്പെടുന്ന ഒരു നിയമം, ഇത്തരത്തിൽ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്ന ഒരു നിയമം നമ്മളുടെ നിയമനിർമ്മാണങ്ങളെ മുഴുവനും വേറൊരു രീതിയിൽ വായിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. നമുക്ക് നിയമങ്ങൾ വേണ്ട, അനാർക്കിയാണ് വേണ്ടത് എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. എല്ലാ നിയമനിർമ്മാണ പ്രക്രിയയ്ക്കുള്ളിലും നിയമം എന്നുള്ള ഒരു അബ്സല്യൂട്ട് ഓൾട്ടറിറ്റി എന്നെയും നിങ്ങളെയും ഇൻവോക്ക് ചെയ്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നിയമനിർമ്മാണത്തെ കുറെ കൂടി ജനാധിപത്യപരമായി നമ്മൾ ഇടപെടേണ്ട മേഖലയായി മാറ്റുന്നത്. എന്താണ് ഈ നിയമത്തെ പ്രാപിക്കാൻ വന്ന ഈ ഗ്രാമീണൻ ചെയ്ത തെറ്റ് ഈ കഥയിൽ? അത് നിയമം എവിടെയോ ഒരു സ്ഥലത്ത് ഇരിപ്പുണ്ട് എന്ന് അയാൾ ധരിച്ചു എന്നുള്ളതാണ്. നമ്മളെല്ലാം ചെയ്യുന്ന ഒരു അപ്പോറിയാണിത്. നിയമം ഈ ഗേറ്റ് കടന്ന് അകത്തു പോയാൽ ഉള്ളിൽ എവിടെയോ ഉണ്ട്. അവിടെ എവിടെയോ. നിയമം എന്ന നമ്മളിപ്പോൾ സംസാരിക്കുന്ന law with a capital N, that has no location. That is permanently dislocated because it infects, it spreads like a signifier. It's a principle constantly on the move. And at any given moment, it will address you. And your experience will be highly, it is based on a singularity. നിങ്ങളെ അത് നിരന്തരം വശീകരിക്കും, ക്ഷണിക്കും, നിങ്ങളെ വിധേയനാക്കും. പക്ഷെ അതേസമയം അത് നിങ്ങളെ അതിൽ നിന്ന് അന്യവൽക്കരിച്ചുകൊണ്ടിരിക്കും. ഇതാണ് കാഫ്കയുടെ ബിഫോർ ദ ലോ വായിച്ചുകൊണ്ട് ദെറിദ പറയുന്ന ചില കാര്യങ്ങളെ ആധാരമാക്കി എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇതിനകത്ത് ഇനിയും ചില കാര്യങ്ങൾ പറയണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അത് ഞാൻ പറയുന്നില്ല. കാരണം എഴുതി വെച്ച ചില കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, നമുക്ക് സമയം ഇല്ലായ്മ ഉള്ളത് കൊണ്ടാണ്. അപ്പോ ഈ നിയമത്തെക്കുറിച്ചുള്ള നമ്മളുടെ ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നത് ദെറിദയുടെ ചില വാചകങ്ങളെ ഞാൻ മലയാളത്തിൽ വെർബാറ്റിം ട്രാൻസ്ലേഷൻ അല്ല, അദ്ദേഹം പറയുന്നത് ഞാൻ നിയമത്തെ നിരാകരിക്കുന്ന ഒരാളല്ല, ഞാനൊരു അനാർക്കിസ്റ്റ് അല്ല,
ഞാൻ നിയമത്തെ കൂസാതെ മറികടക്കുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാകുമ്പോൾ പോലും ഞാൻ അതിൻ്റെ ആധികാരികതയും അധികാരവും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഉത്തരവാദിത്വത്തോടെ നിലനിന്നുകൊണ്ട്, റെസ്പോൺസിബിലിറ്റി, അതിലേക്കാണ് നമ്മൾ വരുന്നത്. ദൃഢതയുടെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണ് റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്വത്തോടെ നിലനിന്നുകൊണ്ട് സവിശേഷമായ ഒരു വായനയുടെ, എഴുത്തിന്റെ നൈതികതയെ പൂർണ്ണമായി ആദരിച്ചുകൊണ്ട് ആണ് പ്രവർത്തിക്കുന്നത്. അതായത് ബിഫോർ ദ ലോ എന്ന എഴുത്തിന്റെ നൈതികതയെ ആദരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വായന നടത്തുന്നത് എന്നാണ് ദൃഢത പറയുന്നത്. ഞാൻ അതിന്റെ മേൽ അധികാര പ്രകടനം നടത്തുകയല്ല ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഞാൻ നിയമത്തിന്റെ മുമ്പിൽ തന്നെ. ദൃഢത മാത്രമല്ല, നമ്മളെല്ലാവരും. നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് തന്നെ വി ആർ ഓൾവേസ് ഓൾറെഡി സമ്മൺഡ് ബൈ ദ ലോ, വി ആർ ഓൾവേസ് ഓൾറെഡി ബിഫോർ ദ ലോ എന്നുള്ളതാണ്. ഞാനത് കട്ട് ഷോർട്ട് ചെയ്യുകയാണ്, കാര്യം നമ്മളുടെ സമയം കുറവുള്ളത് കൊണ്ട്. നമുക്കിനിയുള്ളത് ഏതാണ്ട് 13 മിനിറ്റ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലേ ദിലീപ്? 13 മിനിറ്റ് ആണോ എനിക്കുള്ളത് ഇനി? അല്ല, 25 മിനിറ്റോളം ഉണ്ട്. 25 മിനിറ്റുള്ളുണ്ട്. അല്ല, ഇത് ബോറാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്കഷനിലേക്ക് നേരത്തെ പോകാം. കാരണം കുറെ അധികം പ്രമേയങ്ങളിലൂടെ പോകുമ്പോൾ അതിന് വ്യക്തതയ്ക്കൊക്കെ പ്രശ്നമുണ്ടോ എന്നുള്ളത് പറയണം. ഇല്ല, തീരെ ബോറടിക്കുന്നില്ല എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ധൈര്യമായി തുടർന്നു. അപ്പോ ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു സംഗതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതൊരു ജം കട്ടാണ് കേട്ടോ. ബിഫോർ ദ ലോയിൽ നിന്നും കാഫ്കയിൽ നിന്നും വല്ലാത്തൊരു ജം കട്ടിലേക്കാണ്, സിനിമയുടെ ഭാഷ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ജം കട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്നത് 94-ൽ ദൃഢത എഴുതിയ സ്പെക്ടേഴ്സ് ഓഫ് മാർക്സിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സംഗതിയാകും ഇതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മാർക്സിനെ വിട്ടൊരു കളി നമുക്കില്ലല്ലോ. ഈ ദൃഢത ആദ്യകാലം മുതൽ മറ്റ് ഫിലോസഫേഴ്സിനെയും എഴുത്തുകാരെയും ഒക്കെ വായിച്ച് അപനിർമ്മിച്ച് മുമ്പോട്ട് വന്നപ്പോൾ എല്ലാവരും പറയുന്ന ഒരു സംഗതി, എന്തുകൊണ്ട് താങ്കൾ മാർക്സിനെ വായിക്കുന്നില്ല എന്നുള്ളതാണ്. ദാറ്റ് വാസ് ഡെഫേർഡ്. അതൊരു ഡിഫറൻസ് ആകുമോ എന്നുള്ളതായിരുന്നു. ബട്ട് 94-ൽ ബെർലിൻ വാള് താഴെ വീണ് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്പെക്ടേഴ്സ് ഓഫ് മാർക്സ് എന്ന് പറയുന്ന ഈ പുസ്തകം യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ നടത്തിയ വിതർ മാർക്സിസം എന്ന് പറയുന്ന ഒരു സെമിനാറിലാണ് ആദ്യമായി ലെക്ചർ അവതരിപ്പിച്ചത്. പിന്നീട് അത് പുസ്തകമായിട്ട് അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. അത് പെഗി കാമഫിന്റെ അതിമനോഹരമായ ഒരു ട്രാൻസ്ലേഷനിൽ അവൈലബിൾ ആണ്. നിർബന്ധമായും എല്ലാവരും വായിക്കേണ്ട ഒരു സംഗതിയാണ് സ്പെക്ടേഴ്സ് ഓഫ് മാർക്സ്. മാർക്സിന്റെ ഭൂതങ്ങൾ എന്ന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. സ്പെക്ട്രാലിറ്റി, നമ്മൾ വളരെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഡെറിഡിയൻ നോൺ കൺസെപ്റ്റിലേക്ക്, ഇപ്പൊ ലോ പോലെ തന്നെ സ്പെക്ട്രാലിറ്റി, അതിനെ ഭൂതാത്മകത എന്ന് വിവർത്തനം ആദ്യമൊക്കെ നമ്മൾ അങ്ങനെയാണ് മലയാളത്തിൽ പറഞ്ഞിരുന്നത്. പിന്നെ VC ഹാരിസ് അതിനെ ഭൂതായ്മ എന്ന് പറഞ്ഞു തുടങ്ങി. ഇനി ഭൂതാത്മകതയായാലും ഭൂതായ്മയായാലും എനിക്കിപ്പോൾ പറയാനുള്ളത്, ഈ ഭൂതം എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ആരെങ്കിലും ശബ്ദതാരാവലിയിൽ നോക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അത് ശബ്ദതാരാവലി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ അർത്ഥങ്ങൾ, ത്രികാലത്തിലൊന്ന്, ഭവിച്ചു കഴിഞ്ഞത്, യുക്തമായിട്ടുള്ളത്, മരിച്ച ജീവിയുടെ ആത്മാവ്, പിശാച്, ദേവത, ബാധ, ജനം, വസ്തു, സത്യം, ജന്തു, ലോകം, ഇങ്ങനെ 7 അർത്ഥങ്ങളാണ് കിട്ടിയത്. ഇത് ഭയങ്കര കുഴപ്പം പിടിച്ച അർത്ഥങ്ങളുമാണ്. കാരണം ഇതെല്ലാം തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ 12 അർത്ഥങ്ങളാണ് ഇതിനകത്തുള്ളത്. ഭവിച്ചു കഴിഞ്ഞത്, ത്രികാലത്തിലൊന്ന്, യുക്തമായിട്ടുള്ളത്, മരിച്ച ജീവിയുടെ ആത്മാവ്, പിശാച്, ദേവത, ബാധ, ജനം, വസ്തു, സത്യം, ജന്തു, ലോകം. അപ്പൊ ലോകമുണ്ട്, ജനമുണ്ട്,
സത്യമുണ്ട്, വസ്തുവുണ്ട്, ദേവതയുണ്ട്, എന്നാൽ അത് ബാധയുമാണ്, മരിച്ച ജീവിയുടെ ആത്മാവുമാണ്, പിശാചുമാണ്, എന്നാൽ അതിൽ യുക്തിയുണ്ട്, യുക്തമായുള്ളതാണ്, 3 കാലങ്ങളിലുണ്ട്, ഭൂതം, വർത്തമാനം, ഭാവി, ഭവിച്ചു കഴിഞ്ഞത്, ഓൾറെഡി ഹാപ്പൻഡ്. ഇത്രയേറെ സങ്കീർണമായ അർത്ഥതലങ്ങളുള്ള ഒരു സംഗതിയാണ് ഭൂതം. ദെറിദിയൻ സ്പെക്ട്രാലിറ്റിയും ഇത്രയധികം സങ്കീർണമായിട്ടുള്ള ഒന്നാണ്. ഇന്നലെ ഞാൻ ദിലീപുമായിട്ട് സംസാരിച്ചപ്പോൾ ദിലീപ് എന്നെ ഓർമ്മിപ്പിച്ചു, പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഡയലോഗ്, ഹരിശ്രീ അശോകൻ പറയുന്ന ഒരു ഡയലോഗ് ദിലീപ് എന്നെ ഓർമ്മിപ്പിച്ചു. വർത്തമാനം പറയാത്ത ഈ ഭൂതത്തിലാണ് മുതലാളി നമ്മുടെ ഭാവി എന്നാണ്. അതിലെ നായകൻ ഊമയായിട്ട് അഭിനയിക്കുന്ന ആളാണല്ലോ. അപ്പോൾ വർത്തമാനം പറയാത്ത ഈ ഭൂതത്തിലാണ് മുതലാളി നമ്മുടെ ഭാവി. വളരെ പ്രൊഫൗണ്ട്ലി ഫിലോസഫിക്കൽ ആയിട്ടുള്ള ദെറിദിയനായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ സ്പെക്ടേഴ്സ് ഓഫ് മാർക്സിനെ ലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്പെക്ടേഴ്സ് ഓഫ് മാർക്സ് വായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. സാധിക്കുമെങ്കിൽ വായിക്കുക. ഗോസ്റ്റ്ലി ഡിമാർക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് സ്പെക്ടേഴ്സ് ഓഫ് മാർക്സിന്റെ വിമർശനങ്ങളുടെ ഒരു സമാഹാരമുണ്ട്, ഗോസ്റ്റ്ലി ഡിമാർക്കേഷൻസ്. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം വൻ കക്ഷികളാണ്. ഫെഡറിക് ജെയിംസൺ ഉണ്ട്, ടെറി ഈഗിൾട്ടൺ ഉണ്ട്, പിന്നെ അജയാസ് അഹമ്മദ് ഉണ്ട്, നെഗ്രി ഉണ്ട്. അങ്ങനെ വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളാണ് എഴുതിയിരിക്കുന്നത്. ദെറിദയുടെ വായനയോട് അത്രയൊന്നും അനുഭാവം പ്രകടിപ്പിക്കാത്ത മാർക്സിസ്റ്റുകളാണ് അതിനകത്തുള്ളതിൽ ഏറെയും. എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ദെറിദയോട് അനുഭാവം കാണിക്കുന്നത് ഒരു പരിധി വരെ ഫെഡറിക് ജെയിംസിനും നെഗ്രിയുമാണ്. ടെറി ഈഗിൾട്ടനും എജാസ് അഹമ്മദും ഒക്കെ വളരെ ക്രൂരമായിട്ട് ദെറിദയെ കൈകാര്യം ചെയ്യുകയാണ് അതിനകത്ത് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് നമുക്ക് ദെറിദയുടെ ഈ വൈകി വന്ന വായന, അതിന്റെ സാഹചര്യം ദെറിദ ഒരു കോണ്ടെക്സ്റ്റ് ആയിട്ട് എടുക്കുന്നത് ഈ ബെർലിൻ വാള് തകർന്നപ്പോൾ ഇത്തരത്തിലുള്ളൊരു സെമിനാർ തന്നെ സംഘടിപ്പിക്കാൻ കാരണം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി ലോകമെമ്പാടും ഒരുപാട് വ്യവഹാരങ്ങളുണ്ടായി, ഒരുപാട് അറ്ററൻസസ് ഉണ്ടായി. അത് മുഴുവൻ പറയുന്നത് മാർക്സിന്റെ മരണത്തെക്കുറിച്ചാണ്, മാർക്സിസത്തിന്റെ മരണത്തെക്കുറിച്ചാണ്. മാർക്സിസം എന്നത് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, മാർക്സ് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ആവർത്തിച്ച് പ്രഖ്യാപിക്കപ്പെടുകയാണ്, ഇപ്പോഴും പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 94 കഴിഞ്ഞ് 2020 നമ്മൾ കേൾക്കുന്നത് മാർക്സിസത്തിന്റെ മരണത്തെക്കുറിച്ചാണ്, മാർക്സിന്റെ മരണത്തെക്കുറിച്ചാണ്. പോസ്റ്റ് മാർക്സിസത്തെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നു. മാർക്സ് എന്നുള്ളത് യാതൊരു വിധത്തിൽ പ്രസക്തിയുള്ള ആളല്ല എന്ന് പറയുന്ന ഒട്ടനവധി ചിന്താധാരകൾ ഇന്ന് പ്രബലമാണ്. അപ്പോൾ ഒരാളുടെ മരണം ആവർത്തിച്ച് പ്രഖ്യാപിക്കപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ എങ്ങനെയോ മരണത്തെ വെട്ടിച്ചുകൊണ്ട് ഒരു ഭൂതമായിട്ട് എവിടെയോ എല്ലാവരെയും സന്നിവേശിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണെന്നുള്ള ബേസിക് പ്രിമിസസിൽ നിന്നുകൊണ്ടാണ് ദെറിദ സംസാരിക്കുന്നത്. ദെറിദയുടെ ലെക്ചറിന്റെയും കൃതിയുടെയും ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ ഫുക്കുയാമയുടെ ഒരു പ്രശസ്തമായ പുസ്തകമാണ്. അദ്ദേഹം എൻഡ് ഓഫ് ഐഡിയോളജി, പ്രത്യയശാസ്ത്രം അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു, മാർക്സ് എന്നേക്കുമായി ബെറി ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നെഴുതിയ ഒരു വലതുപക്ഷ ചിന്തകന്റെ പുസ്തകമാണ് ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ. ഇതിൽ ലോകമെമ്പാടുമുള്ള ആളുകൾ കാത്തിരുന്ന മാർക്സ് വായന ദെറിദ തുടങ്ങുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആമുഖ സ്വഭാവമുള്ള ഒരു വാചകം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഇപ്രകാരമാണ്: ഡീകൺസ്ട്രക്ഷൻ ഹാസ് നെവർ ഹാഡ് എനി സെൻസ് ഓർ ഇൻട്രസ്റ്റ് ഇൻ മൈ വ്യൂ അറ്റ്ലീസ്റ്റ്. ദെറിദ പറയാണ്, എന്റെ നോട്ടത്തിലെങ്കിലും ഡീകൺസ്ട്രക്ഷൻ ഹാസ് നെവർ ഹാഡ് എനി സെൻസ് ഓർ ഇൻട്രസ്റ്റ് except as a radicalization, which is to say also in the tradition of a certain Marxism, in a certain spirit of Marxism, a radicalization is also indebted to the very thing it radicalizes. അപ്പോൾ ദെറിദ പറയുന്നത് ഒരു certain മാർക്സിസത്തെ റാഡിക്കലൈസ് ചെയ്യുന്ന സംഗതിയാണ് ഡീകൺസ്ട്രക്ഷൻ. ഡീകൺസ്ട്രക്ഷന് വേറെ യാതൊരു അർത്ഥവുമില്ല. ഇത് ഡെറിഡ ഒരിക്കലും പറയാത്ത തരത്തിലുള്ള സാഹിത്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉള്ളതിനേക്കാളും കടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഡീകൺസ്ട്രക്ഷന് എന്തെങ്കിലും അർത്ഥവും സാങ്കത്യവും ഉണ്ടെങ്കിൽ അത് ഇതാണ്. എന്താണത്? ഒരു പ്രത്യേക മാർക്സിസത്തെ,
അല്ലെങ്കിൽ ഒരു പ്രത്യേക മാർക്സിസത്തിന്റെ ഒരു സവിശേഷമായ ഒരു പ്രത്യേകമായ സ്പിരിറ്റിനെ റാഡിക്കലൈസ് ചെയ്യുന്ന ഒരു ചിന്താഗതിയാണ് ഡീകൺസ്ട്രക്ഷൻ. അപ്പൊ ഒരു ഓബ്ജക്റ്റിനെ ഞാൻ റാഡിക്കലൈസ് ചെയ്യുമ്പോൾ ആ ഓബ്ജക്റ്റ് എന്നെയും റാഡിക്കലൈസ് ചെയ്യുന്നു എന്ന തോന്നൽ എനിക്കുണ്ട് എന്നാണ് ദർദ പറയുന്നത്. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഡീകൺസ്ട്രക്ഷന് വേറെ യാതൊരു അർത്ഥവുമില്ല എന്ന് പറയത്തക്ക അർത്ഥത്തിന്റെ അനന്തലീലയെ കുറിച്ച് പറയുന്ന ആൾ പറയുന്നത് യു ക്യാൻ ലിമിറ്റ് ദ മീനിങ് ഓഫ് ഡീകൺസ്ട്രക്ഷൻ ടു ദിസ് എന്നാണ്. അതൊന്ന്. രണ്ട്, ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എന്റെ സംശയങ്ങൾ ഈ ഭാഗത്ത് കടന്നു വരും. ആ സംശയങ്ങൾ പ്രകടിപ്പിക്കാതെ എനിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് ഇതിലുള്ളൊരു വലിയ സംശയം അൺഡിസൈഡബിലിറ്റിയുടെ അപ്പോസ്തലനാണ് ദർദ, പ്രവാചകനാണ് ദർദ. അത് നമ്മളെ എല്ലാം സ്വാധീനിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് അദ്ദേഹത്തിന്റെ ആ വായനാ രീതി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഇദ്ദേഹം ഉപയോഗിക്കുന്നത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള, വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു വാചകമാണ്. ഇൻ ദ ട്രഡീഷൻ ഓഫ് എ സർട്ടൻ മാർക്സിസം, പല മാർക്സിസങ്ങളിൽ നിന്ന് ഒരു മാർക്സിസത്തെ അദ്ദേഹം പിക്ക് ചെയ്യുന്നുണ്ട്. എ റാഡിക്കലൈസേഷൻ ഓഫ് എ സർട്ടൻ മാർക്സിസം ഇൻ എ സർട്ടൻ സ്പിരിറ്റ് ഓഫ് മാർക്സിസം. പലതിൽ നിന്ന് ഒന്നിനെ പിക്ക് ചെയ്ത് പ്രിവിലേജ് ചെയ്യുകയാണ് ദർദ ചെയ്യുന്നത്. ഈ ഒരുപാട് വൈവിധ്യമാർന്ന ധാരകൾ മാർക്സിസത്തിനുണ്ട്. ഈ ധാരകളിൽ നിന്ന് ഞാൻ ഒരു മാർക്സിസത്തെ പിക്ക് ചെയ്യുന്നു, അതിനെ റാഡിക്കലൈസ് ചെയ്യുന്നതാണ് ഡീകൺസ്ട്രക്ഷൻ. പല സ്പിരിറ്റുകളുണ്ട് മാർക്സിസത്തിന്, അതിൽ ഒരു സ്പിരിറ്റിനെ ഞാൻ പിക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഇത് വളരെ ഇൻസ്റ്റന്റ്ലി ഡീകൺസ്ട്രക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. എന്നാൽ ഇത് ഏതെന്ന് അദ്ദേഹം വിശദമാക്കുന്നുമില്ല എന്നുള്ളത്. പലതിൽ നിന്ന് ഒന്നിനെ ഞാൻ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒന്നിന്റെ സവിശേഷത എന്താണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. അങ്ങനെ പലതിൽ നിന്ന് ഒന്നിനെ ഞാൻ ചൂസ് ചെയ്യാത്തതുകൊണ്ടാണ് അൺഡിസൈഡബിലിറ്റിയുടെ പ്രവാചകനായി ഞാൻ മാറുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരാള് പലതിൽ നിന്ന് ഒന്നിനെ പിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒന്ന് എന്താണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കണം. പക്ഷെ അത് അദ്ദേഹം ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ പലതിൽ നിന്ന് ഒന്നിനെ പിക്ക് ചെയ്യാനുള്ള ഈ ത്വരയെ, ഈ ഡിസയറിനെ ലോത്തിയോഡിനെ പോലെ ഒരു ചിന്തകൻ വിളിച്ചത് ദ ഡിസയർ കോൾഡ് മാർക്സ് എന്നാണ്. അദ്ദേഹം പറയുന്നത് മാർക്സ് എപ്പോഴും ഒരു ആഗ്രഹ ചിന്തയാണ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വൈ അറ്റ് എനി ഗിവൺ മൊമെന്റ് യു ഇൻവോക്ക് എ മാർക്സ്. അതൊരു ഓബ്ജക്റ്റ് ഓഫ് ഡിസയർ ആണ്. അതുപോലെ ദർദയിലും മാർക്സ് ഒരു ഓബ്ജക്റ്റ് ഓഫ് ഡിസയർ ആയി കടന്നു വരുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. കാര്യം അദ്ദേഹത്തിന്റെ വളരെ അൺഡെറിഡിയൻ ആയിട്ടുള്ള ഈ പ്രസ്താവം നമ്മളെ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. ഈ എന്താണ് ഈ സ്പെക്ട്രാലിറ്റി എന്നുള്ളത്? അത് പറയുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്സിനും ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഷയമാണ് സ്പെക്ടർ എന്നുള്ളത്. കാര്യം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തുടങ്ങുന്നത് തന്നെ അപ്രകാരമാണ്. നമുക്കറിയാം എ സ്പെക്ടർ ഈസ് ഹോണ്ടിങ് യൂറോപ്പ് എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹം 18th ബ്രൂമയറിൽ പറയുന്നുണ്ട്, ഈ മരിച്ചവന്റെ തിരിച്ചുവരവിനെ കുറിച്ച് പറയുന്നുണ്ട്, മരിച്ചതിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് പറയുന്നു. അതുപോലെ ചരിത്രത്തിന്റെ ആവർത്തനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ക്യാപിറ്റലിൽ അദ്ദേഹം ഈ കമോഡിറ്റി ഫെറ്റിഷിന്റെ ഒരു സ്പെക്ട്രാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അൺറിയൽ ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സ്പെക്ട്രാലിറ്റി എന്ന ഇമേജറിയെ നന്നായി ഉപജീവിച്ച ഒരു ചിന്തകനാണ് മാർക്സ്. അതുകൊണ്ട് തന്നെ ദർദ വായിക്കുന്ന ഈ മാർക്സിന്റെ വായന രണ്ട് രീതിയിലാണ് ദർദ മാർക്സിന്റെ സ്പെക്ടറിനെ, ഗോസ്റ്റിനെ ഇൻവോക്ക് ചെയ്യുന്നത്. ഒന്ന്, മാർക്സ് മരണപ്പെട്ടു എന്ന് പൊതുവ്യവഹാരം പറയുന്നു, ക്യാപിറ്റലിസത്തിന്റെ വ്യവഹാരം, ലേറ്റ് ക്യാപിറ്റലിസം പറയുന്നു, അല്ലെങ്കിൽ അധീശ പ്രത്യയശാസ്ത്രങ്ങൾ പറയുന്നു, വലതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങൾ പറയുന്നു, എഴുത്തുകൾ പറയുന്നു. അങ്ങനെ മരിച്ച മാർക്സിനെ തിരിച്ചു കൊണ്ടുവരികയാണ് ദർദ ചെയ്യുന്നത്. സോ ഹി ഈസ് ഇൻവോക്കിംഗ് ദ സ്പെക്ടർ കോൾഡ് മാർക്സ്. അത് ഒന്ന്. രണ്ട്, ഈ മാർക്സ് ഇപ്പോഴും നമ്മളെ ഹോണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് പിന്നെയും പിന്നെയും നമ്മൾ മാർക്സിലേക്ക് മടങ്ങാൻ നിർബന്ധിതരാകുന്നത്. മരിച്ചയാൾ ബെറീഡ് ആണ്, ഈസ് നോ മോർ, ഈസ് ഡൺ ആൻഡ് ഓവർ
എന്ന് പറയുകയല്ല ചെയ്യുന്നത്. പക്ഷെ ഈ മരിച്ചവൻ ശവകുടീരത്തിൽ അടങ്ങിക്കിടക്കുന്നില്ല. അവൻ നമ്മളെ സന്നിവേശിച്ചുകൊണ്ടിരിക്കുന്നു, ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും നമ്മൾ അയാളെക്കുറിച്ച് എഴുതുന്നത്, മാർക്സിസത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ നിർബന്ധിതരാകുന്നത്. അപ്പോ ആ പ്രോസസ്സിനെ, ആ ഹോണ്ടിങ്ങിനെ ദെറിദ ഹോണ്ടോളജി എന്ന് പറയും. സോ ഇൻ പ്ലേസ് ഓഫ് an ontology, Derrida is putting forth a hauntology. ഓണ്ടോളജി എന്ന് പറയുന്നത് ഫുൾ പ്രസൻസിനെയാണ് അവലംബിക്കുന്നതെങ്കിൽ ഹോണ്ടോളജി എന്ന് പറയുന്നത് ഒരു നെയ്തർ നോറിനെയാണ്. ഒരു സ്പെക്ടർ എന്നത്, ഒരു ഭൂതം എന്നത് മരിച്ച ഒന്നാണെങ്കിലും അതിനൊരു ബോഡിയിൽ ഒരു ശരീരത്തോടു കൂടി അപ്പിയറൻസിലേക്ക് വരുന്ന ഒരു സംഗതിയാണ്. ഇറ്റ് ഈസ് ബോത്ത് ലൈഫ് ആൻഡ് ഡെത്ത്. ഇറ്റ് ഈസ് ദി ലിവിങ് ഡെത്ത്. എല്ലാ കാലികതയും അത് അട്ടിമറിക്കുന്നുണ്ട്. അത് രേഖീയമായിട്ടുള്ള കാലികതയെ, ഭൂതം, വർത്തമാനം, ഭാവി എന്നുള്ളതിനെ അട്ടിമറിച്ചുകൊണ്ട് അത് നമ്മുടെ വർത്തമാനത്തിലേക്ക് ഒരു ലംബ് പോലെ സംക്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ വരവ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് എപ്പോഴാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത് എപ്പോഴോ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു, നമ്മളെ സന്നിവേശിക്കുന്നു, നമ്മളെ ആവേശിക്കുന്നു. ആ സ്പെക്ട്രാലിറ്റിയുടെ ലോജിക്കിനെയാണ് ഓണ്ടോളജിക്ക് ബദലായിട്ട് ദെറിദ മുന്നോട്ട് വയ്ക്കുന്നത് ഹോണ്ടോളജി എന്ന്. അപ്പോൾ ഹോണ്ടോളജി, സ്പെക്ട്രാലിറ്റി, രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നു. ഇവിടെ ദെറിദയും മാർക്സുമായിട്ടുള്ള, ദെറിദ മാർക്സിനെ വായിക്കുന്നത് ഷേക്സ്പിയറിലൂടെയാണ്. ഷേക്സ്പിയർ ആണ് ദെറിദയുടെ മാർക്സ് വായനയ്ക്ക് മധ്യസ്ഥം പറയുന്നത്. ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് വായിച്ചുകൊണ്ടാണ് ദെറിദ മാർക്സിലേക്ക് കടക്കുന്നത്. ഹാംലെറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? ഹാംലെറ്റിന്റെ എന്ന് പറയുന്ന നാടകം തുടങ്ങുന്നത് തന്നെ മരിച്ചുപോയ സീനിയർ ഹാംലെറ്റിന്റെ പ്രേതം പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്ന് ജൂനിയർ ഹാംലെറ്റിനോട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ആ നാടകം തുടങ്ങുന്നത്. അപ്പോ പ്രിൻസ് ഹാംലെറ്റ് എന്നോട് എന്തോ ഒന്ന് പറയാനുണ്ട് സീനിയർ ഹാംലെറ്റിന്റെ ഗോസ്റ്റിന്, ദ ഗോസ്റ്റ്. പക്ഷെ അത് എപ്പോ വരുമെന്ന് അറിയില്ല. അവർ കാത്തിരിക്കുന്നു. ഗോസ്റ്റ് കടന്നു വരുന്നു. ഗോസ്റ്റ് തൻ്റെ മകനെ കൈകാട്ടി വിളിക്കുന്നു. അയാളെ മാറ്റി നിർത്തിയിട്ട് തൻ്റെ മരണകാരണം വെളിപ്പെടുത്തുന്നു. മരിച്ച തന്നെ കൊല ചെയ്തവരോട് പ്രതികാരം ചെയ്യാനായി അവനോട് ആവശ്യപ്പെടുന്നു. അതോടുകൂടി പ്രിൻസ് ഹാംലെറ്റിന്റെ ജീവിതം തന്നെ മാറിപ്പോകും. ടൈം ഈസ് ഔട്ട് ഓഫ് ജോയിന്റ്, ഓ കസ് സ്പൈറ്റ് ആം ഐ ബോൺ ടു സെറ്റ് ഇറ്റ് റൈറ്റ് എന്നാണ് പ്രിൻസ് ഹാംലെറ്റ് ഇത് കഴിഞ്ഞ് ചോദിക്കുന്നത്. ടൈം ഈസ് ഔട്ട് ഓഫ് ജോയിന്റ്. ഇതിൽ കൂടുതൽ ഒരു സ്പെക്ട്രൽ ടൈമിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല. രേഖീയതയൊക്കെ മുറിഞ്ഞിട്ട് ഔട്ട് ഓഫ് ജോയിന്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. ഇപ്പോ സാൽവദോർ ദാലിയുടെ ക്ലോക്ക് എന്ന് പറയുന്ന പെയിന്റിങ്ങിൽ ക്ലോക്ക് ഒരു ദോശ പോലെയാണ് കിടക്കുന്നത്, ചട്ടുകത്തിന്റെ മേൽ ദോശ പോലെയാണ് കിടക്കുന്നത്. അതുപോലെ ഔട്ട് ഓഫ് ജോയിന്റ് ആയിട്ടുള്ള ഒരു കാലികതയാണ്. ടൈം ഈസ് ഔട്ട് ഓഫ് ജോയിന്റ്, ഓ കെസ്പൈറ്റ് ആം ഐ ബോൺ ടു സെറ്റ് ഇറ്റ് റൈറ്റ്. ഈ പിതാവ് എനിക്ക് തന്ന ശാസനം എന്താണ്? ഔട്ട് ഓഫ് ജോയിന്റ് ആയിട്ടുള്ള ടൈമിനെ യു ഹാവ് ടു സെറ്റ് ഇറ്റ് റൈറ്റ്, നീ സ്ഥിരപ്പെടുത്തണം എന്നുള്ളതാണ്. അവിടെ ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്, ഒരു പൊളിറ്റിക്കൽ മിഷൻ വരുന്നുണ്ട്. ഇതേപോലെയാണ് മാർക്സിന്റെ ഗോസ്റ്റ് മാർക്സിന്റെ മക്കളോട്, ആൺമക്കളോടെന്ന് പറയേണ്ടി വരും, ബിക്കോസ് വി ആർ ഓൾ സൺസ് ഓഫ് മാർക്സ് എന്നാണ് അതിനകത്ത് നെഗ്രി തുടങ്ങുന്നത് തന്നെ. സോറി, പിയർ മാഷറി തുടങ്ങുന്നത്. പിയർ മാഷറിയുടെ ഒരു ലേഖനവും ഞാൻ ഈ പറഞ്ഞ പുസ്തകത്തിലുണ്ട്. വി ദ സൺസ് ഓഫ് മാർക്സ് നൗ ഓർഫൻഡ് എന്നാണ് അദ്ദേഹത്തിന്റെ ലേഖനം തുടങ്ങുന്നത്. ഇത് വളരെ പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അത്തരത്തിലൊരു വായന ഇതിനകത്ത് വളരെ പ്രസക്തമാണ്. ഇതിന്റെ ഒരു ഫിലിയൽ ഓബ്ലിഗേഷൻ, ഫാമിലിയുടെ ഒരു ഫാമിലി ടൈ, ഒരു തുടർച്ച
അച്ഛൻ മകൻ ബന്ധം, പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം, ഒരു ഫിലിയൽ ഡ്യൂട്ടി, ഓബ്ലിഗേഷൻ, അതൊരു പൊളിറ്റിക്കൽ മിഷനിലേക്ക് കൺവേർട്ടഡ് ആകുന്നു. ഇതേ മെറ്റഫർ തന്നെ നമ്മൾ മാർക്സിസത്തിന്റെ തുടർച്ചയിലേക്ക് പ്രക്ഷേപിക്കുന്നു. ഇതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സംഗതിയാണ്. ഇത്തരത്തിലുള്ള മെറ്റഫോറിക്സ് ആണ് ദെറിദ അതിനകത്ത് ഉപയോഗിക്കുന്നതും. സോ ഇറ്റ് ഈസ് നോട്ട് ഈസി, when you discuss Marxism and the crisis in Marxism, അല്ലെങ്കിൽ വളരെ റിപ്പീറ്റഡ് ആയിട്ട് പ്രൊക്ലെയിം ചെയ്യപ്പെടുന്ന മാർക്സിസത്തിന്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ സുഗമമായി നമ്മൾ ഷേക്സ്പിയറിലേക്കും ഹാംലെറ്റിലേക്കും പോയതുകൊണ്ട് ഒരു മെറ്റഫോറിക്സിലൂടെ നമ്മൾ തിരിച്ചു വരികയാണ്. ദർ ഇസ് എ ബാക്ക് ആൻഡ് ഫോർത്ത് വിച്ച് സീംസ് ടു ബി വെരി അൺപ്രോബ്ലമാറ്റിക്. എനിക്ക് അത്തരത്തിലുള്ള ഒരു വിമർശനം ഇതിനോടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ആ വിമർശനത്തിലേക്ക് വരാം എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഈ ഫീലിയൽ ഓബ്ലിഗേഷൻ, പിതാവ് കൊടുക്കുന്ന ഒരു ഡ്യൂട്ടി, ഒരു കർമ്മം, ഒരു എത്തിക്കൽ ഇൻജങ്ഷനായി മാറുന്നു എന്നുള്ളതാണ്. യു ഹാവ് ടു ആക്ട് എന്നാണ് പറയുന്നത്. ആ ആക്ടിൽ ഫെയിലിയർ ചെയ്യുന്നു. അതായത് എനിക്ക് ആ ആക്ട് നടത്താൻ പറ്റുന്നില്ല. ഈ ഹാംലെറ്റ് വായിക്കുന്ന എല്ലാ ആളുകളും പറയുന്നത് എന്താണ് ഇയാൾ ആക്ട് ചെയ്യാത്തതെന്നാണ് ചോദിക്കുന്നത്. നിരന്തരം നീട്ടിവെക്കപ്പെടുകയാണ് ചെയ്തികൾ. സോ വെരി ഡെറീദിയൻ. ഈ ഹാംലെറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രിൻസ് ഹാംലെറ്റ് ഇസ് എ വെരി ഡെറീദിയൻ കൈൻഡ് ഓഫ് പ്രൊട്ടഗോണിസ്റ്റ് ഹു ഡെഫേഴ്സ് ആക്ഷൻസ് ഇനോർഡിറ്റൻ ഡിലേ എന്നാണ് പറയുന്നത്. പക്ഷെ അവസാനം അയാൾ വെഞ്ചിയൻസിലേക്ക് പോകുന്നു. ഇതുപോലെ നമ്മളോട് നിരന്തരം സീനിയർ ഹാംലെറ്റിന്റെ ഗോസ്റ്റ് സ്റ്റേജിനടിയിൽ നിന്നും ജൂനിയർ ഹാംലെറ്റിനോട്, പ്രിൻസ് ഹാംലെറ്റിനോട് പറയുന്നത് റിമെമ്പർ മീ എന്നാണ്, എന്നെ ഓർക്കുക എന്നാണ് പറയുന്നത്. എന്നെ ഓർക്കുക എന്ന് പറഞ്ഞാൽ എന്റെ സ്മരണയിൽ നീ ഇതെല്ലാം ചെയ്യുക എന്നാണ് പറയുന്നത്. നിനക്കൊരു ജോലി ചെയ്ത് തീർക്കാനുണ്ട് എന്നാണ് പറയുന്നത്. ഇതുപോലെ നിരന്തരം എവിടെയോ നിന്ന്, ഒരു നോൺ ലൊക്കേഷനിൽ നിന്ന് നിരന്തരം നമ്മളോട് റിമെമ്പർ മീ എന്ന് പറയുന്ന ഒരു സ്പെക്ട്രാലിറ്റിയാണ് മാർക്സ് എന്നാണ് ദെറിദ പറയുന്നത്. ഇത് നമ്മളെ എത്തരത്തിലുള്ള ഒരു പ്രാക്സിസിലേക്കാണ് നമ്മളെ കൊണ്ടുപോകേണ്ടത്? ഇത് ദെറിദ പറയുന്നത് ഈ കൃത്യമായ ഒരു ഭാവി പ്രോഗ്രാം ചെയ്തുകൊണ്ടുള്ള ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ദെറിദ വിശ്വസിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ഇല്ലാത്ത ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സാധുത എന്താണ് എന്നുള്ളത് നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഭാവിയെ പ്രോഗ്രാം ചെയ്യാത്ത ഒരു പ്രോഗ്രാംഡ് അല്ലാത്ത ഒരു രാഷ്ട്രീയത്തെ കുറിച്ചാണ് ദെറിദ സംസാരിക്കുന്നത്. പ്രാക്സിസിനെ കുറിച്ചാണ് ദെറിദ സംസാരിക്കുന്നത്. ദെറിദ പറയുന്നത് എപ്പോൾ എന്ത് സംഭവിക്കും, ഈ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന അറൈവന്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്. അങ്ങനെയുള്ള സംഗതികളുണ്ട്. അതായത് എപ്പോൾ വേണമെങ്കിലും ബെർലിൻ വാള് തകർക്കപ്പെടാമെന്നൊരു ധാരണ അതിന് മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേ അത് തകർക്കപ്പെട്ട എക്സാക്ട് മൊമെന്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. ഒരു വൈറസ് എന്നെങ്കിലും പൊട്ടിപ്പുറപ്പെടുമെന്നും ലോകത്തെ മുഴുവനും അത് ബാധിക്കുമെന്നും ഒരു മഹാമാരിയുടെ സ്പ്രെഡ് ഉണ്ടാകുമെന്നും ആന്റിസിപ്പേറ്റ് ചെയ്ത ഒരുപാട് റൈറ്റിങ്ങും ചിന്താഗതികളും പ്രിക്കോഷൻസും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ COVID-19 when it occurred, it's an arrivant. അതിനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എത്രമേൽ നമ്മൾ ആന്റിസിപ്പേറ്റഡ് ആണെങ്കിലും പ്രോഗ്രാംഡ് ആണെങ്കിലും അതിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഒരു അപ്പിയറൻസ് ഇതിനകത്തുണ്ട്. ഇതാണ് ദെറിദ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു അറൈവന്റിനെയാണ് നമ്മൾ എപ്പോഴും ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് കൃത്യമായി പ്രോഗ്രാം ചെയ്ത ഒരു വിപ്ലവത്തെ കുറിച്ച് ദെറിദ സംസാരിക്കുന്നേ ഇല്ല. അങ്ങനെയെങ്കിൽ ഇതൊരു പ്രവചനാതീതമായ ഭാവിയിലേക്ക് നോക്കി ഇപ്പോൾ വർത്തമാനത്തിന്റെ ഭൂമികയിൽ ഉള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന വളരെയധികം പ്രൊവിഷണൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സിലേക്കാണ് ദെറിദ വിരൽ ചൂണ്ടുന്നത്. ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്സ് പിന്നീട് ഴാൻ-ലൂക്ക് നാൻസിയുടെയും ലെക്ലോവിന്റെയും ഒക്കെ മോഫിന്റെയും ഒക്കെ രചനകളിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ദിലീപ് പരാമർശിച്ച ജൂഡിത്ത് ബട്ട്ലർ പെർമനന്റ് സൊല്യൂഷനെ കുറിച്ചല്ല അവരും സംസാരിക്കുന്നത്. അപ്പോ ഈ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് പൊളിറ്റിക്സ് ആഫ്റ്റർ ദെറിദ എന്ന് പറയുന്ന ഒരു സംഗതി ഗ്രാൻഡ് ഡിസൈനുകളെയാണ് മാറ്റിവെക്കുന്നത്, മെറ്റാ നരേറ്റീവുകളെയാണ് മാറ്റിവെക്കുന്നത്. മറിച്ച്
അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഭാവിയിൽ അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെടുന്ന ഏതോ ഒരു ഓൾട്ടറിറ്റിയുടെ ആന്റിസിപ്പേഷനിൽ താൽക്കാലികമായിട്ടുള്ള പ്രശ്നപരിഹാരങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഇമ്മീഡിയസിയുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നത്. എന്നിരുന്നാൽ പോലും അതിനോട് ഒരു പരിധിവരെ നമുക്ക് കൈകൊടുക്കാൻ പറ്റുമെങ്കിലും the real blow comes when Derrida says, അദ്ദേഹം ഒരു ന്യൂ ഇന്റർനാഷണലിനെ കുറിച്ച് പറയുന്നുണ്ട് സ്പെക്ടേഴ്സ് ഓഫ് മാർക്സിൽ. നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയാം. അപ്പോ അദ്ദേഹം വിഭാവന ചെയ്യുന്ന ഇന്റർനാഷണൽ എന്താണ് എന്ന് നോക്കാം. ദ ന്യൂ ഇന്റർനാഷണൽ ഈസ് an untimely link without status, without name, barely public, even if it is not clandestine, without contact, out of joint, without country, without national community, without common belonging to a class. ഇത് എന്ത് തരം ഇന്റർനാഷണൽ ആണ് എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത് വളരെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണലിനെ കുറിച്ചുള്ള ഒരു സങ്കല്പമാണ്. അതിൽ ക്ലാസ്സിലേക്ക് ബിലോങ് ചെയ്യുന്നില്ല, പ്രോഗ്രാം ഇല്ല, ദേശീയതകളില്ല. ഇറ്റ് ഈസ് barely public and it doesn't have a name, without contact, very COVIDian, out of joint. ഈ ഇന്റർനാഷണൽ ആണ് വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എജയാസ് അഹമ്മദ് ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഈ ഇന്റർനാഷണൽ ആരൊക്കെയാണ് ഉണ്ടാവുക? എന്തായാലും കുറച്ച് ഡെറിഡിയൻ വായനക്കാർ അതിനകത്ത് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ക്രിട്ടിക്സ് അതിനകത്ത് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഡെറിഡ doesn't tell us that the task of the new international is to produce just critics എന്നാണ് എജയാസ് അഹമ്മദ് പറയുന്നത്. അതായത് പ്രാക്സിസ് അല്ല ഈ ഇന്റർനാഷണൽ ചെയ്യുന്ന ആകപ്പാടെയുള്ള കാര്യം ക്രിട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യുക മാത്രമാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു ചോദ്യത്തിലൂടെ ഞാൻ സ്പെക്ടേഴ്സ് ഓഫ് മാർക്സ് മുമ്പോട്ട് വയ്ക്കുന്ന ഗംഭീരം വിസ്ഫോടന ശേഷിയുള്ള ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനോടൊപ്പം ഇത്തരത്തിൽ ഒരു ചോദ്യം എജയാസ് അഹമ്മദിനെ പോലുള്ള മാർക്സിസ്റ്റുകൾ ചോദിക്കുന്നുണ്ട് എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഗിഫ്റ്റ്, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ്. അതിന് സമയമുണ്ടെന്ന് എനിക്ക് കരുതുന്നില്ല. കാരണം വളരെ സങ്കീർണമായ ആശയങ്ങളാണ് ഇനി പറയാനുള്ളത്. ഇത് തയ്യാറാക്കി സംസാരിക്കാൻ ഞാൻ തയ്യാറാണെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മൾ വി ആർ പാക്കിംഗ് ടു മെനി തിങ്സ് ഇൻ ടു വൺ സെഷൻ. നമുക്കിവിടെ നിർത്താമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഒരു പക്ഷേ ഇനി പറയാനുള്ള കാര്യം ചെറിയ കുറിപ്പായിട്ട് എഴുതി ഈ ദിലീപിനെ ഏൽപ്പിക്കാമെന്ന് കരുതുന്നു. മതിയല്ലോ.